നമസ്കാരം. എഡിറ്റേഴ്സ് അവറിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകൾ. ബാർകോഴ കേസിൽ മാണിക്കെതിരെ അന്വേഷണം പൂർത്തിയായെന്ന് വിജിലൻസ് സംഘം കോടതിയിൽ. ഇനി കാര്യങ്ങൾ തന്റെ നിയന്ത്രണത്തിലല്ലെന്ന് SP സുകേശൻ. ബാർ ഉടമകൾ പണവുമായി വന്നെന്ന് സ്ഥിരീകരിച്ച് PK കുഞ്ഞാലിക്കുട്ടി. കാശ് വാങ്ങുന്നത് തന്റെ സംസ്കാരമല്ല. അരുവിക്കരയിൽ M വിജയകുമാറിന്റെ സ്ഥാനാർത്ഥിത്വം CPIM പ്രഖ്യാപിച്ചു. ശുഭപ്രതീക്ഷയെന്ന് M വിജയകുമാർ. സ്ഥാനാർത്ഥിക്കാര്യത്തിൽ തീരുമാനം നാളെയെന്ന് VM സുധീരൻ. പരിഗണനയിലുള്ളത് ഒറ്റപ്പേര് മാത്രം. തെരഞ്ഞെടുപ്പ് നീട്ടണമെന്ന ആവശ്യം തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തള്ളി. സാക്ഷിയാക്കരുതെന്ന് അഭ്യർത്ഥിച്ച VM സുധീരന് സോളാർ കമ്മീഷന്റെ രൂക്ഷ വിമർശനം. ആദർശ വക്താവെന്ന് അവകാശപ്പെടുന്ന നേതാവിന്റെ സമീപനം ഉചിതമല്ല. സാക്ഷിമൊഴി നൽകാൻ തന്റെ പക്കൽ തെളിവുകളില്ലെന്ന് VM സുധീരൻ. പരമ്പരാഗത മത്സ്യത്തൊഴിലാളികളെ ട്രോളിംഗ് നിരോധനത്തിൽ നിന്ന് ഒഴിവാക്കുമെന്ന് കേന്ദ്രം. നിരോധന കാലയളവ് കുറയ്ക്കണമെന്ന കേരളത്തിന്റെ ആവശ്യം തള്ളി. നഴ്സിംഗ് ജോലിക്ക് എമിഗ്രേഷൻ ക്ലിയറൻസ് വേണമെന്ന നിബന്ധന നീട്ടിവെക്കാൻ കഴിയില്ലെന്ന് വിദേശകാര്യ മന്ത്രാലയം. ഫിഫ അധ്യക്ഷനെ തെരഞ്ഞെടുക്കാനുള്ള കോൺഗ്രസ് പുരോഗമിക്കുന്നു. അലി ബിൻ ഹുസൈന് വോട്ട് ചെയ്യുമെന്ന് UFAയും അമേരിക്കയും. ബ്ലാറ്റർക്ക് ആഫ്രിക്കയുടെയും ഏഷ്യയുടെയും പിന്തുണ. ബാർ ഉടമകൾ പണവുമായി തന്നെ വന്ന് കണ്ടിരുന്നുവെന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ വെളിപ്പെടുത്തൽ. PK കുഞ്ഞാലിക്കുട്ടിക്ക് നൽകാൻ പണവുമായി പോയെങ്കിലും അദ്ദേഹം അത് വാങ്ങിയില്ലെന്ന് ബാർ ഉടമ VM രാധാകൃഷ്ണൻ വെളിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖ റിപ്പോർട്ടർ നേരത്തെ പുറത്തുവിട്ടിരുന്നു. ഇതിനുള്ള സ്ഥിരീകരണമാണ് PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് നൽകിയത്. ബാർ ലൈസൻസ് പുതുക്കാതിരുന്നപ്പോൾ സ്വാധീന ശക്തിയുള്ള മന്ത്രിമാരെ ബാർ ഉടമകൾ ചെന്ന് കാണുകയും പണം കൈമാറുകയും ചെയ്തിരുന്നു. KM മാണി, PK കുഞ്ഞാലിക്കുട്ടി, K ബാബു തുടങ്ങിയ മന്ത്രിമാർക്കാണ് ബാർ ഉടമകൾ പണം എത്തിച്ചത്. എന്നാൽ കുഞ്ഞാലിക്കുട്ടി മാത്രം പണം വാങ്ങിയില്ല. പണവുമായി മന്ത്രിമാരെ ബാർ ഉടമകൾ കണ്ടു എന്ന കാര്യമാണ് അദ്ദേഹം തന്നെ സ്ഥിരീകരിച്ചത്. അതുള്ള കാര്യമാണ്. ഞാനത് പറഞ്ഞ കാരണം ഇപ്പോൾ ഇലക്ഷൻ സമയത്ത് ഇലക്ഷൻ ഫണ്ട് എന്നുള്ള നിലയിൽ എന്നോട് അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് ശരിയാണ്. ഒന്നാമത് ഇലക്ഷൻ ഫണ്ടും ബാക്കിയുള്ളതും ഒക്കെ പാർട്ടി പിരിക്കേണ്ടതല്ലേ, അത് പിരിക്കേണ്ടതാണല്ലോ. ഞാനൊരു പ്രിൻസിപ്പിൾ വെച്ച് തന്നെ ഇങ്ങോട്ട് താ എന്ന് പറഞ്ഞ് കാശ് അത് എൻ്റെ കൾച്ചറല്ല, എൻ്റെ സമീപനമല്ല. ഞാനിതുവരെ അങ്ങനെ ചെയ്തിട്ടുമില്ല, അങ്ങനെ വാങ്ങിയിട്ടുമില്ല. അതുകൊണ്ട് ഞാൻ വേണ്ടാന്ന് പറഞ്ഞത് കറക്റ്റാണ്. താൻ മാത്രമാണ് പണം വാങ്ങാതിരുന്നതെന്നും മറ്റുള്ളവരെല്ലാം വാങ്ങിയത് തനിക്ക് അറിവുള്ള കാര്യമാണെന്ന് PK കുഞ്ഞാലിക്കുട്ടി പിന്നീട് VM രാധാകൃഷ്ണനോട് സ്ഥിരീകരിക്കുന്നുണ്ട്. ദില്ലിയിൽ നിന്ന് ടെലിഫോണിൽ വിളിച്ചാണ് കോഴക്കേസിൽ പെടാത്തതിന്റെ സന്തോഷം കുഞ്ഞാലിക്കുട്ടി രാധാകൃഷ്ണനുമായി പങ്കുവെക്കുന്നത്. സാഹിബ് ഇന്ന് രാവിലെ തന്നെ ഡൽഹിയിൽ നിന്ന് വിളിച്ചിരുന്നു. നമ്മളെ മറ്റേ സാഹിബ് എന്നോട് പറഞ്ഞ മൂപ്പരുടെ ഡയലോഗ് എടാ അന്ന് ഞാൻ കൈ പിടിക്കാൻ വന്ന് നന്നായി. അപ്പൊ ഞാൻ പറഞ്ഞു നിങ്ങളെ പഠിക്കാൻ ഇരുന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ സത്യം നിങ്ങൾക്ക് പഠിക്കാം. എനിക്കറിയാം ഞാൻ അന്ന് മടക്കി തന്ന് ഗംഭീരായി പോലെ വന്നു പോയതിനെ പറ്റി വല്ലതും പറയൂ. അതൊന്നും പറയില്ല, ഞാൻ KM മാണിക്കൊപ്പം K ബാബു ഉൾപ്പെടെയുള്ള കോൺഗ്രസ് മന്ത്രിമാരും പണം വാങ്ങിയെന്ന് ഈ ശബ്ദരേഖ പുറത്തുവിട്ടുകൊണ്ടാണ് റിപ്പോർട്ടർ വെളിപ്പെടുത്തിയത്. അതിനുള്ള സാധൂകരണമാണ് PK കുഞ്ഞാലിക്കുട്ടിയുടെ പുതിയ വെളിപ്പെടുത്തൽ. ന്യൂസ് ഡെസ്ക് റിപ്പോർട്ടർ. ബാർകോഴ കേസിൽ അന്തിമ റിപ്പോർട്ട് ഉടൻ നൽകുമെന്ന് വിജിലൻസ്. കേസ് അന്വേഷണം പൂർത്തിയായി. റിപ്പോർട്ടിന്മേലുള്ള നിയമ പരിശോധനയും ഉന്നത ഉദ്യോഗസ്ഥരുടെ പരിശോധനയുമാണ് പൂർത്തിയാക്കാനുള്ളത്. ഇനി കാര്യങ്ങൾ തന്റെ നിയന്ത്രണത്തിലല്ലെന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ SP സുകേശൻ കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം വിജിലൻസ് കോടതിയിൽ ബിജു രമേശിന്റെ ഹർജി പരിഗണിക്കുമ്പോഴാണ് ബാർകോഴ കേസിലെ അന്വേഷണം പൂർത്തിയായെന്ന് SP സുകേശൻ കോടതിയെ അറിയിച്ചത്. അന്തിമ റിപ്പോർട്ടിന്മേലുള്ള നിയമപരിശോധനയും ഉന്നത ഉദ്യോഗസ്ഥരുടെ പരിശോധനയുമാണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. ഇത് രണ്ടും തന്റെ നിയന്ത്രണത്തിലുള്ളതല്ല. അതുകൊണ്ട് തന്നെ അന്വേഷണ റിപ്പോർട്ട് ഏത് ദിവസം സമർപ്പിക്കുമെന്ന് പറയാൻ കഴിയില്ല. എങ്കിലും ഏറ്റവും വേഗത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് SP സുകേശൻ കോടതിയെ അറിയിച്ചു. അന്വേഷണ റിപ്പോർട്ടിന്റെ നിയമസാധുത പരിശോധിക്കുന്ന വിജിലൻസ് ലീഗൽ അഡ്വൈസർ അഡ്വക്കേറ്റ് CC അഗസ്റ്റിൻ തന്നെയാണ് സത്യവാങ്മൂലം കോടതിയിൽ സമർപ്പിച്ചത്. നിയമോപദേശത്തിനായി അന്വേഷണ റിപ്പോർട്ട് വിജിലൻസ് അഗസ്റ്റിന് കൈമാറിയിരുന്നു. 2 ദിവസത്തിനകം ലീഗൽ അഡ്വൈസർ നിയമോപദേശം നൽകും. പിന്നീട് ADGPയുടെ പരിശോധനയ്ക്ക് നൽകും. അതിനുശേഷമാകും റിപ്പോർട്ട് ഡയറക്ടർക്ക് സമർപ്പിക്കുക. ഡയറക്ടർക്കും റിപ്പോർട്ടിന്മേൽ നിയമോപദേശം തേടാവുന്നതാണ്. ഡയറക്ടറുടെ പരിശോധന കൂടി കഴിഞ്ഞ ശേഷമാകും അന്തിമ റിപ്പോർട്ട് കോടതിയിലെത്തുക. KM മാണിക്കെതിരെ കുറ്റപത്രം നൽകാനാണ് നിയമോപദേശമെങ്കിൽ കുറ്റപത്രം തന്നെയാകും കോടതിയിൽ എത്തുക. എന്നാൽ നടപടിക്രമങ്ങൾ പരമാവധി സാവധാനത്തിലാക്കാൻ വിജിലൻസിനുമേൽ കടുത്ത സമ്മർദ്ദമുണ്ട്. അരുവിക്കര ഉപതെരഞ്ഞെടുപ്പിന് ശേഷം മാത്രം അന്തിമ റിപ്പോർട്ട് സമർപ്പിച്ചാൽ മതിയെന്നാണ് സർക്കാരിന്റെ നിർദ്ദേശം. രതീഷ്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. അരുവിക്കരയിൽ LDF സ്ഥാനാർത്ഥിയായി M വിജയകുമാറിനെ CPIM പ്രഖ്യാപിച്ചിട്ടുണ്ട്. UDF സ്ഥാനാർത്ഥിയുടെ കാര്യത്തിൽ നാളെയോടെ വ്യക്തത വരുമെന്ന് KPCC പ്രസിഡന്റ് VM സുധീരൻ. പരിഗണനയിലുള്ളത് ഒരു പേര് മാത്രമാണ്. നേതൃത്വവുമായി ചർച്ച നടത്തേണ്ടതുണ്ടെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള നല്ല പുരോഗതി ഉണ്ടായിട്ടുണ്ട്.
വലിയ താമസം കൂടാതെ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിക്കുമെന്നാണ് കരുതുന്നത്. ഇന്ന് ഏതായാലും അതിന് മുതിരുന്നില്ല. അതിൻ്റെ ചില നടപടിക്രമങ്ങളൊക്കെ പൂർത്തിയാക്കേണ്ടതായിട്ടുണ്ട്. കാരണം സ്ഥാനാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഒരു പൊതുധാരണയിലേക്ക് എത്താൻ വലിയ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് കരുതുന്നില്ല. എത്രയും വേഗത്തിൽ തന്നെ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കാൻ സാധിക്കും. ഇപ്പോൾ ഒരു പേരെ പരിഗണിക്കുന്നു. അല്ല, ഇപ്പോൾ പ്രധാനമായി ഒരു പേരാണ് വന്നിട്ടുള്ളത്. മറ്റ് സാധ്യതകൾ ഇപ്പോൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്തിട്ടില്ല. ഒരു പേര് മാത്രമേ ഉള്ളൂ, മറ്റു പേരുകൾ ചർച്ച ചെയ്തിട്ടില്ല എന്നാണ് KPCC അധ്യക്ഷൻ VM സുധീരൻ തിരുവനന്തപുരത്ത് അല്പം മുമ്പ് മാധ്യമപ്രവർത്തകരോട് പറയുന്നത്. ഇപ്പോൾ നമ്മോടൊപ്പം രാജ്മോഹൻ ഉണ്ണിത്താൻ, C ദിവാകരൻ, ജേക്കബ് ജോർജ്, അഡ്വക്കേറ്റ് ഉദയഭാനു, സുനിൽകുമാർ, PC ജോർജ്, R ബാലകൃഷ്ണപിള്ള തുടങ്ങിയവരാണ് വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലുമുള്ളത്. ആദ്യം ശ്രീ R ബാലകൃഷ്ണപിള്ള, ബാർ ഉടമകൾ തന്നെ പണവുമായി വന്ന് കണ്ടിരുന്നു എന്ന് PK കുഞ്ഞാലിക്കുട്ടി വെളിപ്പെടുത്തുകയാണ്. കുഞ്ഞാലിക്കുട്ടിക്ക് നൽകാൻ പണവുമായി ചെന്നുവെങ്കിൽ പോലും PK കുഞ്ഞാലിക്കുട്ടി അത് സ്വീകരിച്ചില്ല. ഇപ്പോൾ തനിക്ക് ആ പണം വേണ്ട എന്ന് പറഞ്ഞ് മടക്കുകയായിരുന്നു. ഈ കാര്യം നേരത്തെ VM രാധാകൃഷ്ണനും ബാർ ഉടമകളുടെ യോഗത്തിൽ പറയുന്നതിൻ്റെ ശബ്ദരേഖ റിപ്പോർട്ടർ പുറത്തുവിട്ടിരുന്നു. അപ്പോൾ മാണിക്ക് പണം നൽകിയ കാര്യം ഈ യോഗത്തിൽ പറയുന്നുണ്ട്. കെ ബാബു അടക്കമുള്ള കോൺഗ്രസ് മന്ത്രിമാർക്ക് പണം നൽകിയ കാര്യം പറയുന്നുണ്ട്. PK കുഞ്ഞാലിക്കുട്ടിക്ക് നൽകാൻ കൊണ്ടുപോയെങ്കിലും അത് നിരാകരിക്കപ്പെട്ടു എന്ന് ആ യോഗത്തിൽ പറയുന്നുണ്ട്. അതിൻ്റെ സ്ഥിരീകരണം സംസ്ഥാന ക്യാബിനറ്റിലെ ഒരു മന്ത്രി തന്നെ നൽകുന്നതിൻ്റെ നിയമ പ്രാധാന്യം എന്താണ്? നിയമപ്രാധാന്യത്തെക്കാൾ യാഥാർത്ഥ്യം എന്നുള്ള നിലയ്ക്കാണ് ഞാനിതിനെ കാണുന്നത്. നിയമപ്രാബല്യം ഉണ്ടല്ലോ, അതിന് സംശയമില്ല. നിയമപ്രാബല്യം ഉണ്ടെങ്കിലും നിയമത്തെക്കാൾ വലുത് സത്യമാണ്. ആ സത്യം വെളിക്ക് വരികയല്ലേ. രാധാകൃഷ്ണൻ തന്നെ കുഞ്ഞാലിക്കുട്ടിക്ക് പണം കൊണ്ടുപോയി വാങ്ങിച്ചില്ല എന്ന് പാലക്കാട്ടെ നമ്മുടെ ഒരു വേറൊരു പേര്, എനിക്ക് ആ പേര് പറയുന്നത് ഇഷ്ടമല്ല, ആ രാധാകൃഷ്ണൻ പോലും അന്ന് പറഞ്ഞു കുഞ്ഞാലിക്കുട്ടിക്ക് പണം കൊണ്ടുപോയി, കുഞ്ഞാലിക്കുട്ടി സാഹിബ് വാങ്ങിച്ചില്ല. ഉപയോഗിച്ച ഭാഷ ഇതാണ്. അപ്പൊ ഇതിന്റെ സത്യം വന്നു. എല്ലാവർക്കും കാശ് കൊടുക്കാൻ കൊണ്ടുപോയി, ആവശ്യമുള്ളവരൊക്കെ വാങ്ങിച്ചു, കുഞ്ഞാലിക്കുട്ടി വാങ്ങിച്ചില്ല. അതിന്റെ അർത്ഥം പണം കൊടുത്തു ബാറുകാരെന്നൊരു മന്ത്രി തന്നെ സമ്മതിച്ചിരിക്കുന്നു. ഇന്നാർക്കിന്നാർക്ക് കൊടുത്തുവെന്ന് റിപ്പോർട്ട് പുറത്തുവിട്ട ശബ്ദരേഖ ഇന്നത്തോടുകൂടി പൂർണ്ണമായി സത്യമായി. അപ്പൊ കുഞ്ഞാലിക്കുട്ടി ആ മന്ത്രിസഭയിലെ ഒരു കക്ഷിയുടെ നേതാവായ മന്ത്രിയോ നിലയിൽ കുഞ്ഞാലിക്കുട്ടിയെ സമീപിച്ചെങ്കിൽ സ്വാഭാവികമായി മാണിയെയും ബാബുവിനെയും ഒക്കെ സമീപിക്കുമല്ലോ. ബാബു ഇതല്ല, ഇതിനപ്പുറം ചെയ്തതിന് രേഖ ഇന്ന് ഞാൻ പുറത്തുവിട്ടിട്ടുണ്ട്. അതിലേക്ക് വരാം. ശ്രീ R ബാലകൃഷ്ണപിള്ള. ശ്രീ C ദിവാകരൻ, എന്തിനാണ് നിയമം, ദയവായി തുടരുക ശ്രീ R ബാലകൃഷ്ണപിള്ള. ശ്രീ C ദിവാകരൻ, എന്തിനാണ് നിയമമന്ത്രിക്ക് പണം കൊടുക്കുന്നത്? നിയമമന്ത്രിയാണോ ബാർ ലൈസൻസ് അനുവദിക്കേണ്ടത് എന്ന ചോദ്യമാണ് തുടർച്ചയായി കേരള കോൺഗ്രസ് നേതാക്കൾ ഉന്നയിച്ചത്. ഇതായി ഇപ്പോൾ PK കുഞ്ഞാലിക്കുട്ടിയും പറയുന്നു, എനിക്കും പണം എത്തിച്ചിരുന്നു, പക്ഷേ ഞാൻ അങ്ങനെ പണം വാങ്ങുക എന്നുള്ളത് എൻ്റെ സംസ്കാരമല്ല എന്ന്. അങ്ങനെ അത് നിരാകരിക്കുകയും ബാർ ഉടമകൾ പോവുകയും ചെയ്തു എന്നാണ്. VM രാധാകൃഷ്ണൻ്റെ ടെലിഫോൺ സംഭാഷണത്തിൽ അതിൻ്റെ പൂർണ്ണ രൂപമുണ്ട്. ആ ടെലിഫോൺ സംഭാഷണത്തിൽ VM രാധാകൃഷ്ണൻ പറയുന്നത്, നിങ്ങൾ മാത്രമേ വാങ്ങാതിരുന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ സത്യമാണെന്നറിയാമല്ലോ. PK കുഞ്ഞാലിക്കുട്ടി അതിന് മറുപടി പറഞ്ഞതായി രാധാകൃഷ്ണൻ ഉദ്ധരിക്കുന്നത്, എനിക്കറിയാം, ഞാൻ അന്ന് മടക്കി തന്നത് ഗംഭീരമായി അല്ലേ എന്നാണ്. അപ്പോൾ ആ നിലയിൽ എല്ലാവരും പണം വാങ്ങിയിട്ടുണ്ട് എന്ന് കുഞ്ഞാലിക്കുട്ടി തന്നെ ആദ്യം VM രാധാകൃഷ്ണനിലൂടെയും ഇപ്പോൾ നേരിട്ടും വിശദീകരിക്കുമ്പോൾ എന്താണ് പ്രതിപക്ഷത്തിന് ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളത്? അല്ല, ഈ കാര്യത്തിൽ പ്രതിപക്ഷം വളരെ പരിപക്വമായ ഒരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. നിയമസഭയുടെ അകത്തും പുറത്തും വളരെ ഗുരുതരമായ ധനകാര്യമന്ത്രിക്കെതിരായിട്ടുള്ള ആക്ഷേപം വ്യക്തമായി ജീവിച്ചിരിക്കുന്ന ഒരാൾ തെളിവുകൾ സഹിതം സമയം കൊണ്ടുപോയി കൊടുത്ത, പണം കൊണ്ടുപോയി കൊടുത്ത, വാഹന നമ്പർ, ഡ്രൈവർ, കൊടുത്ത സമയം, ഇത് അതിനാവശ്യമായ സാക്ഷികളുമായിട്ട് കേരളത്തിൻ്റെ മുമ്പിൽ പല ആവർത്തിച്ച് വിളിച്ചു പറയുകയും അതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവ് ഇതിനെ സംബന്ധിച്ച് അന്വേഷണം എന്നൊരു കത്ത് ഗവൺമെൻറ് കൊടുക്കുകയും ഗവൺമെൻറ് അത് ആഭ്യന്തര വകുപ്പിന് കൈമാറി, ആഭ്യന്തര വകുപ്പ് അത് ബന്ധപ്പെട്ടവർ കൈമാറിയതിൻ്റെ അടിസ്ഥാനത്തിലും നടപടിക്രമങ്ങൾ കാണാത്തത് കൊണ്ട് ഞങ്ങൾ നിയമസഭയിൽ ഉന്നയിച്ചു. എന്തായി പ്രതിപക്ഷ നേതാവ് ഉന്നയിച്ച പ്രശ്നത്തിൽ അതിനുശേഷമാണ് ആഭ്യന്തരമന്ത്രി വെളിപ്പെടുത്തിയത്. ക്വിക്ക് വെരിഫിക്കേഷൻ ഞാൻ ഉത്തരവിട്ടു,
42 ദിവസം ഇവിടെ അതിന് ശ്രീ സമയമെടുത്തു. ദിവാകരൻ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് നാം സംസാരിക്കുന്നത്. ഈ ടേപ്പിലെല്ലാം തന്നെ പറയുന്നത് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു മാണിക്ക് പണം കൊടുക്കാൻ. ബിജു രമേശ് തന്നെ പറയുന്നത്, ഇപ്പം ബിജു രമേശ് ടെലിഫോൺ ലഭ്യമല്ല, ബിജു രമേശ് തന്നെ ഈ സംഭാഷണങ്ങളിലെല്ലാം തന്നെ പറയുന്നുണ്ട് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചതനുസരിച്ചാണ് KM മാണിക്ക് ഞങ്ങൾ പണം കൊണ്ടു കൊടുത്തത് എന്ന്. അപ്പോൾ സ്വാധീന ശക്തിയുള്ള മന്ത്രിമാരെ എല്ലാം തന്നെയും നിങ്ങൾ ആദ്യം വശത്താക്കുക, എന്നിട്ട് ക്യാബിനറ്റിൽ കൊണ്ടുവരിക, ബാക്കി ഞാൻ ചെയ്തു തരാം എന്ന നിലയിൽ മുഖ്യമന്ത്രി നിർദ്ദേശിക്കുന്നു. ഓരോരുത്തർക്കായി പണം കൊണ്ടു കൊടുക്കുന്നു. കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തേക്ക് പണം എത്തുന്നു, കുഞ്ഞാലിക്കുട്ടി പറയുന്നു എനിക്കിപ്പോൾ വേണ്ട എന്ന് പറയുന്നു. മാണിയുടെ അടുത്തേക്ക് എത്തുന്നു, മാണി പണം വാങ്ങി വെക്കുന്നു. പിന്നീട് രണ്ടാമതും ചെന്നപ്പോൾ ഏത് പണം എന്ത് പണം എന്ന് തിരിച്ചു ചോദിക്കുന്നു. അപ്പോൾ മാണിയുടെ ഭാര്യ അത് സ്ഥിരീകരിക്കുകയും ശരി ഇനി ബാക്കിയുള്ള പണം കൊണ്ടുപോകാ എന്ന് പറയുന്നു. കൂടുതൽ പണം മറ്റിടത്ത് കൊണ്ടുപോകുന്നു. ഈ നിലയിലാണ് കാര്യങ്ങൾ എന്നുള്ള ഒരു ക്യാബിനറ്റ് മന്ത്രി തന്നെ സ്ഥിരീകരിക്കുകയാണ്. അതിൻ്റെ സ്ക്രിപ്റ്റ് കൃത്യമാവുകയാണെന്ന് PK കുഞ്ഞാലിക്കുട്ടിയുടെ വെളിപ്പെടുത്തലോടുകൂടി. അതെ നികേഷ്, ഇനിയും വെളിപ്പെടുത്തലുകൾ ഉണ്ടാകാനിടയുണ്ട് വരും ദിവസങ്ങളിൽ. ഇവിടെ പ്രശ്നം അതല്ല. ഈ അന്വേഷണം നടത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ അന്വേഷണ നടപടികളെല്ലാം പൂർത്തിയായി 7 മാസമായി. അന്വേഷണ റിപ്പോർട്ട് ഗവൺമെൻറ്റിന് കൈമാറിയെന്ന് അന്വേഷണം നടത്തിയ വിജിലൻസ് SP സുകേശൻ തന്നെ പരസ്യമായി പറഞ്ഞിരിക്കുന്നു. അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ ഉള്ളത് തന്നെ വളരെ വലിയ അപകടമാണ്. അദ്ദേഹം പറയുന്നത് എല്ലാം എൻ്റെ കൈവശമുള്ളതെല്ലാം ഞാൻ കൈമാറിയില്ല, ഇനി നിയന്ത്രണത്തിലല്ല എന്ന് പറയുന്ന ധ്വനി തന്നെ വേറെ ആരോ ബാഹ്യശക്തികൾ നിയന്ത്രിച്ചു കൊണ്ടിരുന്നു എന്ന് ഉള്ള സൂചനയുണ്ടെന്ന് മാത്രമല്ല, ഇനി ആ റിപ്പോർട്ടിൻ്റെ പുറത്ത് അടയിരിക്കേണ്ട ഒരു കാര്യമില്ല. വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതിന് മുമ്പ് ഞാനൊന്ന് PC ജോർജിലേക്ക് പോയി താങ്കളിലേക്ക് മടങ്ങിയെത്താം. ശ്രീ PC ജോർജ്, ഇവിടെ ഉണ്ണി ആണ് പണം കൊണ്ടുകൊടുത്തത് KM മാണിക്ക് പ്രശാന്തിയിൽ ചെന്ന്. ഉണ്ണി അത് സ്ഥിരീകരിക്കാൻ തയ്യാറല്ല. അത് ബാർ ഹോട്ടൽ ഓണേഴ്സ് അസോസിയേഷൻ്റെ ക്രെഡിബിലിറ്റിയെ നശിപ്പിക്കും. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞ മൊഴിയിൽ നിന്ന് വ്യത്യസ്തമായ ഒരു കാര്യവും പറയാൻ തയ്യാറല്ല എന്നാണ് ഏറ്റവും ഒടുവിൽ ഉണ്ണി പറഞ്ഞത്. അമ്പിളി പറയുന്നു പണം ഉണ്ണി കൊടുക്കുന്നത് ഞാൻ കണ്ടു എന്ന്. പിന്നീട് ശാസ്ത്രീയ പരിശോധനയിലും ഡ്രൈവർ അമ്പിളി പറഞ്ഞത് സ്ഥിരീകരിക്കപ്പെട്ടു. ഇപ്പോൾ ഒരു മന്ത്രി തന്നെ അങ്ങനെ പണം വാരി വിതറിയിരുന്നു ബാർ ഉടമകൾ ലൈസൻസ് നഷ്ടപ്പെട്ടപ്പോൾ എന്ന വെളിപ്പെടുത്തലുമായി വരുമ്പോൾ താങ്കൾ അതിൽ നിന്ന് അനുമാനിക്കുന്നത് എന്താണ്? സത്യം ജനങ്ങൾക്ക് ബോധ്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ ബോധ്യപ്പെടാൻ വേണ്ടി പറയാ. ഞാൻ വളരെ പരസ്യമായി ജനങ്ങളോട് നമ്മുടെ റിപ്പോർട്ടർ ചാനൽ ഉൾപ്പെടെയുള്ള ചാനലിലൂടെ പറഞ്ഞു, ഉമ്മൻചാണ്ടി നിർദ്ദേശിച്ച ഉണ്ണി എന്നോട് പറഞ്ഞ കാര്യമാണ്. ഉണ്ണി പണവുമായി KM മാണിയെ പോയി കണ്ടു, 1 കോടി 3 ഗഡുക്കളായി കൊടുത്തു. നമ്മുടെ ബാബുവിന് ഉമ്മൻചാണ്ടി പറഞ്ഞനുസരിച്ച് 10 കോടി രൂപ കൊടുത്തു. കുഞ്ഞാലിക്കുട്ടി സാഹിബിനടുത്ത് പണവുമായിട്ട് ഞങ്ങൾ ചെന്നു. ഈ പണം ഹറാം, മദ്യത്തിന്റെ പണം ഹറാമാണ്, ഞങ്ങൾ പാടില്ല, മേടിക്കുകയില്ലെന്ന് പറഞ്ഞ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് പറഞ്ഞു വിട്ടു. ഇതിന്റെ അർത്ഥം കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട് ചോദിക്കുക, അദ്ദേഹം നിഷേധിച്ച പരിശുദ്ധ ഖുറാനെ വെച്ചുകൊണ്ട് സത്യം ചെയ്യാൻ ഞാൻ പറയും എന്ന് പറഞ്ഞു. ഏതായാലും ഇന്ന് കുഞ്ഞാലിക്കുട്ടി സാഹിബ് സത്യം ചെയ്ത് മറുപടി വന്നില്ല. അതായത് ചോദിച്ച് അദ്ദേഹം പറഞ്ഞു എന്റെ അടുത്ത് വന്നു, ഞാൻ പണം വേണ്ടെന്ന് പറഞ്ഞു വിട്ടു. അപ്പൊ 15 കോടി രൂപ മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടതനുസരിച്ച് പിരിച്ചിൽ 1 കോടി രൂപ KM മാണിക്കും 10 കോടി രൂപ K ബാബുവിന്റെ കയ്യിലും 2 കോടി രൂപ വക്കീലന്മാരുടെ ചെലവെന്ന് ഞാൻ കണക്കാക്കി. ഞാൻ റിപ്പോർട്ട് കിട്ടി, അതിന്റെ വിശദാംശം ഞാൻ കണക്കുന്നില്ല. ഏതായാലും കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ ആ മൊഴിയിലൂടെ KM മാണിയും K ബാബുവും കാശ് മേടിച്ചും തെളിഞ്ഞു. ഇനി കള്ളത്തരം കാണിച്ചിട്ട് കാര്യമില്ല. ദയവായി തുടരുക. ഞാൻ തിരിച്ചെത്തുന്നുണ്ട് താങ്കളിലേക്ക്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു ബാർ ഉടമകൾ തന്നെ പണവുമായി വന്ന് കണ്ടിരുന്നു, ആ പണം വേണ്ട എന്ന് താൻ പറഞ്ഞു എന്ന് പറയുമ്പോൾ ബാർ ലൈസൻസ് നഷ്ടപ്പെട്ട ഘട്ടത്തിൽ ബാർ ഉടമകൾ സ്വാധീന ശക്തിയുള്ള മന്ത്രിമാരെ ചെന്ന് കണ്ടിരുന്നുവെന്നും അവർക്ക് പണം നൽകി സ്വാധീനിക്കാൻ ശ്രമിച്ചിരുന്നു എന്നും വ്യക്തമാവുകയല്ലേ? ശ്രീ നികേഷേ, നമുക്ക് ഇന്ന് ഈ ചർച്ച ഇവിടെ അവസാനിപ്പിക്കാം. കാരണം KM മാണിയുടെ രാജിയാണല്ലോ ആവശ്യം. നമുക്ക് KM മാണിയെ കൊണ്ട് രാജിവെപ്പിക്കാം. കാരണം ഈ ആരോപണം ഉന്നയിച്ച ശ്രീ ബിജു രമേശ് പറഞ്ഞിട്ടുണ്ട്, KM മാണി കൈക്കൂലി ചോദിക്കുന്നതിന്റെ ശബ്ദരേഖ എൻ്റെ കൈവശമുണ്ട്, കൈക്കൂലി കൊടുക്കുന്നതിന്റെ ദൃശ്യരേഖ എൻ്റെ കൈവശമുണ്ട്, അത് ഞാൻ ലോക്കറിൽ വെച്ച് പൂട്ടിയിരിക്കുകയാണ്. ആ ശബ്ദരേഖയും ദൃശ്യരേഖയും പ്രൊഡ്യൂസ് ചെയ്താൽ ആ നിമിഷം KM മാണിയുടെ രാജി നമുക്ക് ആവശ്യപ്പെടാമല്ലോ. ഞാനും അതിനോടൊപ്പം കൂടാം. പക്ഷേ ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട ഒരു ബാറുകാരൻ പറയുന്നതിന്റെ പിന്നാലെ ഇനിയും നമ്മൾ പുറകെ പോണോ?
നമ്മൾ ആലോചിക്കണം. ക്രെഡിബിലിറ്റി നഷ്ടപ്പെട്ട ബാറുകാരന്റെ പിന്നാലെ ഇനി നമുക്ക് പോകേണ്ട ആവശ്യമില്ല എന്നുള്ളതാണ് ഇന്ന് പി കെ കുഞ്ഞാലിക്കുട്ടിയുടെ വെളിപ്പെടുത്തലോടുകൂടി ബോധ്യപ്പെട്ടിരിക്കുന്നത്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്നിപ്പോൾ പി കെ കുഞ്ഞാലിക്കുട്ടി തന്നെ വ്യക്തമാക്കിയിരിക്കുകയായിരുന്നു, ഈ ബാർ ഉടമകൾ എൻ്റെ കയ്യിൽ പണം കൊണ്ടുതരാൻ വന്നിരുന്നു, ഞാനത് വേണ്ട എന്ന് വെച്ചു. ഇപ്പോൾ ശ്രീ പി സി ജോർജ് പറയുന്നു അത് മദ്യത്തിൻ്റെ പണമാണ്, മദ്യത്തിൻ്റെ പണം ഹറാമാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് നിരാകരിച്ചു എന്ന് ഉണ്ണി എന്നോട് പണ്ടേ പറഞ്ഞിട്ടുണ്ട് എന്ന്. പി കെ കുഞ്ഞാലിക്കുട്ടിയെ വിശ്വസിക്കാമല്ലോ, ബിജു രമേശിനെ നമുക്ക് വിശ്വസിക്കേണ്ട. അല്ല, എനിക്ക് കുഞ്ഞാലിക്കുട്ടിയേക്കാൾ വിശ്വാസം ബിജു രമേശിനാണ്. കാര്യം അദ്ദേഹം പറഞ്ഞത് മാണി കൈക്കൂലി ചോദിക്കുന്നതിന്റെ ദൃശ്യരേഖ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട്, ശബ്ദരേഖ കയ്യിലുണ്ട്, അത് ലോക്കൽ വെച്ച് പൂട്ടിയിരിക്കുന്നു. ആ സാധനം കേരളത്തിലെ പൊതുജന സമൂഹത്തിന് മുമ്പിൽ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ കെ മാണിയുടെ രാജി അപ്പോ ഉറപ്പല്ലേ? പഴയ കാര്യമല്ലേ, എന്തിനാണ് താങ്കൾ പഴയതിലേക്ക് പോകുന്നത്? പുതുതുണ്ടാകുമ്പോൾ ഇപ്പൊ പി കെ കുഞ്ഞാലിക്കുട്ടി പറയുന്നു ബാർ ഉടമകളെ എൻ്റെ അടുത്ത് പണവുമായി വന്നിരുന്നു എന്ന്. നമ്മൾ അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ പണ്ടെങ്ങാണ്ട് നടന്ന ഒരു കാര്യത്തിൽ താങ്കൾ പിടിക്കുന്നത് ഈ കാര്യത്തിൽ കൃത്യമായ ഉത്തരമില്ല എന്നുള്ളത് കൊണ്ടാണോ? തീർച്ചയായിട്ടും എനിക്ക് ഉത്തരമുണ്ട്. ആ ഉത്തരം തൽക്കാലം ഞാൻ നികേഷുമായി പങ്കിടാൻ ഇഷ്ടപ്പെടുന്നില്ല. ഈ ആരോപണത്തെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യാൻ തുടക്കമിട്ടത് ശ്രീ ബിജു രമേശ് ഉന്നയിച്ച ഒരു ആരോപണം, ആ ആരോപണം പ്രതിപക്ഷ നേതാവ് രേഖാമൂലം എഴുതി കൊടുത്തപ്പോഴാണ്. അപ്പോ 3 മണിക്കൂറിനകം ഈ കേസെടുക്കാമെങ്കിൽ ഈ ശബ്ദരേഖ ദൃശ്യരേഖ ലോക്കലിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞു. അതിവിടെ കൊടുത്താൽ ഈ ബാർ വിവാദം നാളെ അവസാനിക്കും. മാണിയുടെ രാജി ഞങ്ങൾ വാങ്ങിച്ച് ഗവർണർക്ക് കൊടുക്കാം. ആദ്യം ആ ബാറുകാരനെ വിളിച്ച് തന്റെ കൈവശമുള്ള ശബ്ദരേഖയും ദൃശ്യരേഖയും കൊണ്ടുവരാൻ പറയൂ. അല്ലാതെ ഓരോ ദിവസവും മാധ്യമ വിചാരണയിലൂടെ ഈ ഗവൺമെന്റ് അവഹേളിക്കാൻ കാണിക്കുന്നത് എന്ന് ഞാൻ അതിശയപ്പെടുകയാണ്. ബാർ ഉടമകൾ പണവുമായി വന്നു എന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി സ്വന്തം സ്വരത്തിൽ ടെലിവിഷൻ ചാനലിൽ ടെലിവിഷൻ ക്യാമറയോട് പറയുകയാണ്. ബാർ ഉടമകൾ എത്തിച്ച പണം അപ്പോൾ തന്നെ ഞാൻ വേണ്ട എന്ന് പറഞ്ഞ് അവരെ മടക്കി അയച്ചു എന്ന്. ഇത് തന്നെയാണ് വി എം രാധാകൃഷ്ണൻ നേരത്തെ പറഞ്ഞത്. അപ്പോൾ ശ്രീ കുഞ്ഞാലിക്കുട്ടി തിരിച്ചു ചോദിക്കുകയാണ്, അന്ന് ഞാൻ പണം വാങ്ങാത്തത് ഗംഭീരമായി അല്ലേ എന്ന്. അപ്പോൾ നിങ്ങൾ മാത്രമേ വാങ്ങാതിരുന്നിട്ടുള്ളൂ, ബാക്കിയെല്ലാം സത്യമാണെന്ന് അറിയാമല്ലോ എന്ന് വി എം രാധാകൃഷ്ണൻ ചോദിക്കുന്നു. അതെനിക്കറിയാം, പക്ഷെ നിങ്ങൾ പണവുമായി വന്ന കാര്യം പിന്നീട് ആരെങ്കിലുമൊക്കെ പുറത്ത് പറയുമോ എന്ന് ചോദിച്ചപ്പോൾ അങ്ങനെയൊന്നും ഇല്ല എന്നാണ് വി എം രാധാകൃഷ്ണൻ പറഞ്ഞത്. ഈ സ്ക്രിപ്റ്റ് ക്ലിയർ അല്ലേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? എന്തിനാണ് അതിൽ നിന്നും താങ്കൾ പിന്നോട്ട് മാറുന്നത്? എന്താണ് താങ്കളെ ഭയപ്പെടുത്തുന്നത് ആ കാര്യത്തിൽ? എനിക്കൊരു ഭയവും ഇല്ല, ഞാനൊരിക്കലും ഭീരുവല്ല. എത്തേണ്ടതാമിടത്തെത്തിയാലും ശരി, മധ്യേ മരണം വിഴുങ്ങിയാലും ശരി, മുന്നോട്ട് തന്നെ കുതിച്ചിടും, മുന്നിലെ മുള്ളുകളൊക്കെ ചവിട്ടി മെതിച്ചുകൊണ്ട്. അതുകൊണ്ട് എനിക്ക് പേടിയില്ല, ഞാൻ ഭീരുവല്ല. എന്റെ എനർജി ആർക്കും വേണ്ടി അനാവശ്യമായി വേസ്റ്റ് ചെയ്യാൻ ഞാനില്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേരളത്തിലെ പ്രേക്ഷകരുടെ വിലപ്പെട്ട സമയം ഈ റിപ്പോർട്ടർ ചാനൽ കുഞ്ഞാലിക്കുട്ടിയുടെ വെളിപ്പെടുത്തലിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ രാജ്മോഹൻ ഉണ്ണിത്താനില്ല. ദയവായി തുടരുക. അഡ്വക്കേറ്റ് ഉദയഭാനു, ഇത് കേസിനെ സഹായിക്കാൻ ഇടയുണ്ടോ? ശ്രീ നികേഷ്, ഈ കേസിന്റെ ഒരു അന്തിമഘട്ടത്തിൽ ഇന്ന് കുറ്റപത്രം സമർപ്പിക്കണമോ വേണ്ടയോ എന്നുള്ള തീരുമാനവുമായി വിജിലൻസ് അന്തിമമായിട്ടുള്ള റിപ്പോർട്ടിന്റെ പ്രാരംഭ രൂപം അത് പ്രോസിക്യൂട്ടറെ ഏൽപ്പിച്ചു കഴിഞ്ഞു. ഇനി പ്രോസിക്യൂട്ടർ അതിൽ നിന്ന് ആണ് ബാക്കി കാര്യങ്ങൾ മെനഞ്ഞെടുക്കേണ്ടത്. ശ്രീ കുഞ്ഞാലിക്കുട്ടിയെ ഈ കാര്യത്തിൽ ചോദ്യം ചെയ്തിട്ടില്ല. ശ്രീ വി എം രാധാകൃഷ്ണൻ ഞാൻ മനസ്സിലാക്കിയിടത്തോളം അദ്ദേഹത്തെ ചോദ്യം ചെയ്തിട്ടുണ്ട് എന്നാണ്. അങ്ങനെയാണെങ്കിൽ ഈ ശബ്ദരേഖ ഇതിനു മുൻപേ തന്നെ വിജിലൻസിന്റെ കൈവശം എത്തിയിട്ടുള്ളതാണ്. ഈ ശബ്ദരേഖയിൽ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളും ഒരുപക്ഷെ വിജിലൻസ് പരിശോധിച്ചിട്ടുണ്ടാകാം. അപ്പോൾ വർത്തമാനകാല സംഭവങ്ങളുമായി ബന്ധപ്പെടുത്തി ഇതിനെ പരിശോധിച്ചാൽ പുറമെ തെളിവിന് എന്ന നിലയിൽ പൊതുസമൂഹത്തിന് ബോധ്യപ്പെടുന്ന നിലയിൽ ശ്രീ കുഞ്ഞാലിക്കുട്ടിയുടെ ഇന്നത്തെ വെളിപ്പെടുത്തൽ വി എം രാധാകൃഷ്ണനുമായിട്ടുള്ളത് ഇത് മാസങ്ങൾക്ക് മുൻപേ പുറത്തു വന്നിട്ടുള്ളതാണ്. റിപ്പോർട്ടർ ചാനൽ തന്നെ പുറത്തുവിട്ടിട്ട് മാസങ്ങളായി. അതിന് എത്രയോ നാളുകൾക്ക് മുമ്പേ ഇതിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ ശ്രീ ബിജു രമേശ് പല ഘട്ടങ്ങളിലായി TV ചാനലുകളും സ്വകാര്യ സംഭാഷണങ്ങളും എല്ലാം തന്നെ ഇക്കാര്യം വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇതുപോലെ ഈ കുഞ്ഞാലിക്കുട്ടിയെ ഇത് നിർബന്ധമായും വിജിലൻസ് അന്വേഷണ സംഘം ചോദ്യം ചെയ്യേണ്ടതായിരുന്നു. അതൊരു ഈ ചോദ്യം ചെയ്ത രേഖകളിൽ വന്നിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും അത് വിട്ടുപോയിട്ടുള്ളതാണ്. ശ്രീ പി സി ജോർജ്, സ്വാഭാവികമായും ഇന്ന് SP സുകേശൻ കോടതിയിൽ ഈ റിപ്പോർട്ട് സമർപ്പിക്കുകയും ഇനി കാര്യങ്ങൾ തൻ്റെ നിയന്ത്രണത്തിലല്ല എന്ന് ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ കോടതിയിൽ വാക്കാൽ പറയുകയും ചെയ്യുന്നതിൻ്റെ സാങ്കത്യം എന്താണ്? അതായത് മറ്റൊന്നുമല്ല, അത് വളരെ വ്യക്തമായിട്ട് DGP വിജിലൻസ് DGP പറഞ്ഞ സമ്മർദ്ദമുണ്ട്, രാഷ്ട്രീയ സമ്മർദ്ദം ഉണ്ടെന്ന് പറഞ്ഞത് ശരിയാണ്.
ഞാൻ DGP സമ്മർദ്ദത്തിന് വഴങ്ങി. അതപ്പോൾ ഗവൺമെന്റിന്റെ അഡ്വക്കേറ്റിന്റെ ഗവൺമെന്റിന് വേണ്ടി വക്കാലത്ത് പറയുന്ന വക്കീലന്മാരുടെ ഉപദേശം സ്വീകരിക്കുമ്പോൾ കേസ് ചാർജ് ചെയ്യേണ്ട റിപ്പോർട്ട് എഴുതി DGP കൊടുക്കും. DGP ക്ലോസ് ചെയ്തോളും. കാശ് മേടിച്ചു. കാശ് മേടിച്ച് തെളിവ് കൊടുത്തതിന് അബദ്ധം മടയൻ. ഇതാണ് ഉദ്ദേശം. നടക്കുകയല്ല. എന്തുകൊണ്ട് നടക്കാതിരിക്കും? ഇതിനിപ്പോ നിയമോപദേശകന്റെ റിപ്പോർട്ട് തേടേണ്ടതുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ നിയമോപദേശം കൂടി ലഭിച്ചതിന് ശേഷം ADGP അക്കാര്യത്തിലൊരു വെറ്റിംഗ് നടത്തണം. അത് കഴിഞ്ഞതിന് ശേഷം ഡയറക്ടറുടെ കയ്യിലേക്ക് പോകണം. ഡയറക്ടറാണ് അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ പോകുന്നത്. ഇനി 2 ഉദ്യോഗസ്ഥന്റെ കൂടി അല്ലെങ്കിൽ 3 ഉദ്യോഗസ്ഥന്റെ കൂടി കയ്യിലൂടെ പോകണം ഈ റിപ്പോർട്ട്. ആവശ്യമെങ്കിൽ 1 മണിക്കൂർ കൊണ്ട് 3 അല്ല 15 ഉദ്യോഗസ്ഥരുടെ കയ്യിലൂടെ റിപ്പോർട്ട് പോകും. എങ്ങനെ റിപ്പോർട്ട് പൂഴ്ത്താം എന്ന് ചിന്തിക്കുന്ന മുഖ്യമന്ത്രി ആഭ്യന്തരമന്ത്രി ഉള്ളിടത്തോളം കാലം ഒരു ചുക്കും ചുണ്ണാമ്പ് ഈ രാജ്യം നടക്കാൻ പോകുന്നില്ല. ബഹുമാനപ്പെട്ട ഹൈക്കോടതിന് മുമ്പിൽ റിട്ടുമായിട്ട് പോകണം. ഹൈക്കോടതിയിൽ ഈ കമ്മീഷൻ പറ്റാത്ത ജഡ്ജിമാരുണ്ടോ എന്ന് പരിശോധിക്കണം. അത്ര തന്നെ. കേരളത്തിലെ ജനസമൂഹത്തിന് മുമ്പിൽ ഉമ്മൻചാണ്ടിയും KM മാണിയും ബാബു കൈക്കൂലിക്കാരാണ്. അതൊരു വളരെ പ്രധാനപ്പെട്ടതാണ്. ശ്രീ ജേക്കബ് ജോർജ്, ഉമ്മൻചാണ്ടിയാണ് KM മാണിക്ക് കൊണ്ടുപോയി പണം കൊടുക്കാൻ നിർദ്ദേശിച്ചത് എന്നും അങ്ങനെയാണ് ഞങ്ങൾ KM മാണിയുടെ അടുത്തേക്ക് എത്തിയത് എന്ന് ബിജു രമേശ് പറയുന്നു. അത് ബിജു രമേശിൻ്റെ വെളിപ്പെടുത്തലാണ്. ഇപ്പോൾ ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നു എൻ്റെ അടുത്തും അവർ പണവുമായി വന്നിരുന്നു, പക്ഷേ ഞാൻ സ്വീകരിച്ചില്ല എന്ന്. ബാബുവിന് വേറൊരു കോണ്ടെക്സ്റ്റാണ്, അത് നമ്മൾ ഇതിൽ കൂട്ടേണ്ടതില്ല. ഈ പ്രധാനപ്പെട്ട 2 മന്ത്രിമാർ താങ്കൾ എപ്പോഴും ചർച്ചകളിൽ പറയാറുണ്ടല്ലോ, കേരളത്തിൽ കോൺഗ്രസും ലീഗും കേരള കോൺഗ്രസ് എമ്മുമാണ് ഭരിക്കുന്നത്, ബാക്കി എല്ലാവരും കാഴ്ചക്കാരാണ് എന്ന്. ഉമ്മൻചാണ്ടിയുടെ അടുത്തേക്ക് പോകുന്നു. ആർക്കൊക്കെയാണ് ആദ്യം പണം കൊടുക്കേണ്ടത് എന്ന് അദ്ദേഹം നിഷ്കർഷിക്കുന്നു. മാണിയുടെ അടുത്ത് പോകുന്നു, കുഞ്ഞാലിക്കുട്ടിയുടെ അടുത്തേക്ക് പോകുന്നു. ഈ 2 കാര്യങ്ങളും വ്യക്തമാകുന്ന സ്ഥിതിക്ക് ഒരുപക്ഷെ ഈ കേസിൽ നേരത്തെ ശ്രീ PC ജോർജ് പറഞ്ഞതുപോലെ തന്നെ കുറ്റപത്രം ഉണ്ടോ ഇല്ലയോ എന്നതിനപ്പുറത്തേക്ക് പൊതുസമൂഹത്തിന് ബോധ്യമാകുന്ന വിധത്തിലുള്ള വെളിപ്പെടുത്തലുകളും തെളിവുകളുമാണ് പുറത്തു വരുന്നത് എന്ന് മനസ്സിലാക്കുന്നുണ്ടോ താങ്കൾ? അല്ല നികേഷ്, ഇത് ഉമ്മൻചാണ്ടി പറഞ്ഞിട്ടാണ് ബാർ ഉടമസ്ഥന്മാർ KM മാണിക്കും ബാബുവിനും കാശ് കൊടുത്തത് എന്ന കാര്യം ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനത് ആവർത്തിക്കുന്നില്ല. എനിക്കത് വിശ്വസിക്കാൻ വ്യക്തിപരമായിട്ട് എനിക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കാരണം ഉമ്മൻചാണ്ടി നേതൃത്വം കൊടുത്ത് കൈക്കൂലി അവിടെ കൊടുക്കുക, കള്ളിൻ്റെ മദ്യത്തിൻ്റെ മുതലാളിമാർ ഇന്നർക്ക് കാശ് കൊടുക്കുക എന്ന് ഉമ്മൻചാണ്ടി ഒരിക്കലും പറയില്ലെന്നാണ് എൻ്റെ ധാരണ, എൻ്റെ വിശ്വാസം. അതിൽ യാതൊരു മാറ്റവുമില്ല ഈ സമയത്ത്. പിന്നെ നാളെ എന്തെങ്കിലും തെളിവുകൾ വന്നാൽ തീർച്ചയായിട്ടും ഞാൻ സമ്മതിക്കാം. ഇന്ന് വരെ ഈ സമയത്ത് എനിക്ക് അങ്ങനെ അഭിപ്രായമില്ല. അതെൻ്റെ ശക്തമായ വ്യക്തമായ അഭിപ്രായമാണ്. കുഞ്ഞാലിക്കുട്ടി അത് പറയുമ്പോൾ അതിനെക്കുറിച്ച് 2 വാക്ക് പറയണമല്ലോ. തീർച്ചയായിട്ടും അതിൻ്റെ അർത്ഥം കുഞ്ഞാലിക്കുട്ടി കാശ് മേടിച്ചില്ല എന്ന് മാത്രമല്ല, വേറെ ചില മന്ത്രിമാർ 2 കൈ നീട്ടി മേടിച്ചു എന്നും അർത്ഥമുണ്ട്. അതാണ് കുഞ്ഞാലിക്കുട്ടി കുഞ്ഞാലിക്കുട്ടി കേരള രാഷ്ട്രീയത്തിലെ അതീവ ബുദ്ധിശാലിയായ ഒരു വ്യക്തിയാണ്, ഒരു രാഷ്ട്രീയ നേതാവാണ്. PK കുഞ്ഞാലിക്കുട്ടി ടെലിവിഷൻ അഭിമുഖത്തിൽ എൻ്റെ അടുത്തും ബാർ ഉടമസ്ഥന്മാർ കാശു കൊണ്ടുവന്നു, ഞാൻ വാങ്ങിച്ചില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം വ്യക്തമായ ഭാഷയിൽ പറയുകയാണ്, വേറെ ചില മന്ത്രിമാർ വാങ്ങിച്ചിട്ടുണ്ടാവാം. ആ ഒരു അർത്ഥവും കൂടി അദ്ദേഹത്തിൻ്റെ വാക്കുകളിലുണ്ട് എന്ന കാര്യത്തിനും സംശയമില്ല നികേഷ്. വളരെ പ്രധാനപ്പെട്ട നിരീക്ഷണം ശ്രീ ജേക്കബ് ജോർജ് നടത്തി. ബിജു രമേശ് ടെലിഫോൺ ലൈനിലുണ്ട്. ശ്രീ ബിജു രമേശ്, ഇന്ന് ശ്രീ PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞത് താങ്കളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. ബാർ ഉടമകൾ എൻ്റെ അടുത്തും വന്നിരുന്നു, പണം നൽകാൻ ശ്രമിച്ചിരുന്നു, ഞാൻ അപ്പോൾ തന്നെ അവരെ മടക്കി. എൻ്റെ സംസ്കാരമല്ല അങ്ങനെ പണം വാങ്ങുന്നത് എന്ന്. എന്താണ് യഥാർത്ഥത്തിൽ നടന്നത്? താങ്കൾ ഉണ്ടായിരുന്നു ആ കൂട്ടത്തിൽ? ഇല്ല, പൈസയുമായി പോകുന്ന കൂട്ടത്തിൽ ഞാനില്ലായിരുന്നു. മുഖ്യമന്ത്രിയെ കാണാൻ പോയ സമയത്തുണ്ടായിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞത്, നിങ്ങൾ മാണി സാറിനെയും കുഞ്ഞാലിക്കുട്ടിയെയും പോയി കാണുക, കണ്ടതിന് ശേഷം ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ക്യാബിനറ്റ് വെച്ച് ശരിയാക്കാം. ഈ 2 പേരെ നിങ്ങൾ പോയി കാണണമെന്ന അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം തന്നെയാണ് പോയി കണ്ടത്. എനിക്ക് ഈ പറഞ്ഞ പോലെ ജേക്കബ് പറഞ്ഞ പോലെ അദ്ദേഹത്തെ പോലെ തന്നെ ഉമ്മൻചാണ്ടി സാറുമായിട്ടൊക്കെ നല്ല ബന്ധമാണ്. പക്ഷെ പറഞ്ഞ കാര്യം പറഞ്ഞില്ല എന്ന് പറയാൻ ബുദ്ധിമുട്ടാണ്. അദ്ദേഹം പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് പോയി മാണി സാറിനെ പോയി കണ്ടതും ഈ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോയി കണ്ടത്. മാണി സാറ് ആണ് ചോദിച്ചാൽ ഇത് നിങ്ങൾക്ക് 1 ലക്ഷം രൂപ കിട്ടാൻ പോലെ 5 കോടി രൂപയ്ക്ക് അത്ര വലിയ വരുന്നുള്ളൂ. 5 കോടി ചോദിച്ചപ്പോഴെല്ലാവരും ആദ്യം ഞെട്ടിപ്പോയി. എന്തെങ്കിലും ചെറിയൊരു എമൗണ്ട് കൊടുക്കണമെന്ന് വിചാരിച്ചിട്ടാണ് അസോസിയേഷൻകാർ പോയത്. അതേസമയത്ത് കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ പോയി കണ്ടു. അദ്ദേഹം പൈസ മേടിച്ചില്ല, നിങ്ങളെ കാര്യങ്ങളൊക്കെ നടക്കട്ടെ, അതിന് പ്രത്യേകിച്ച് പൈസ ഇതൊന്നും ആവശ്യമില്ല. എത്രയാണ് കൊണ്ടുപോയത്?
കൊണ്ടുപോയത് പോകുന്ന വഴിക്കെല്ലാം കൂടെ കളക്ട് ചെയ്ത് അതും 15 ലക്ഷം രൂപ അവിടെ നിന്ന് മലപ്പുറത്തു നിന്നും തൃശ്ശൂരിൽ നിന്നുമായിട്ട് കളക്ട് ചെയ്താൽ കൊണ്ടുപോയത്. 4-5 ലക്ഷമേ ഉള്ളൂ. 15 ലക്ഷം രൂപ. 15 ലക്ഷം രൂപ. അതായത് മാണിക്ക് 1 കോടി കൊടുക്കുമ്പോൾ അതിനേക്കാൾ വലിയ പാർട്ടിയായ PK കുഞ്ഞാലിക്കുട്ടിക്ക് 15 ലക്ഷം രൂപയോ? ഇത് ഇവിടുത്തെ നീതി. മാണി സാറിനെ കണ്ട് അന്നേ ദിവസം വൈകുന്നേരം തന്നെ കുഞ്ഞാലിക്കുട്ടി സാറിനെ നേരെ മലപ്പുറത്ത് പോയി കാണുന്നത്. പോകുന്ന വഴിക്ക് മലപ്പുറത്തു നിന്നും തൃശ്ശൂരിൽ നിന്നും ബാക്കിയായിട്ട് ക്യാഷ് കളക്ട് ചെയ്തുകൊണ്ടാണ് നേരെ പോയത്. കാര്യം ഇത് നേരത്തെ കളക്ട് ചെയ്ത് വെച്ചിരുന്ന പൈസ അല്ല, ഇമ്മീഡിയറ്റ് ആയിട്ട് പോയി കാണാൻ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ പോയി കാണുകയായിരുന്നു. അപ്പോ ഇനി പോയി കണ്ടെന്ന് കഴിഞ്ഞ് ഒരിടത്ത് ചെന്നപ്പോൾ 5 കോടിയെ ചോദിക്കുന്നില്ല, അവിടെ എന്താ ചോദിക്കുന്നതെന്ന് അറിയാൻ പാടാത്ത ഇതിലാണ് ഇവര് പോകുന്ന വഴിക്ക് തൃശ്ശൂരിൽ നിന്ന് അറേഞ്ച് ചെയ്ത് വെച്ചാൽ 15 ലക്ഷം രൂപയും കൊണ്ടാണ് പോയത്. അതായത് ഈ കൊടുക്കാൻ ഉദ്ദേശിച്ച 15 ലക്ഷം എന്ന് പറയുന്നത് അഡ്വാൻസോ ടോക്കണോ ഒക്കെ ആയിരുന്നു. ആവാം, വേറെ ഡിമാൻഡ് പറഞ്ഞെങ്കിൽ അഡ്വാൻസിൽ ഉപയോഗിക്കാൻ പറഞ്ഞിട്ട് ബാക്കിയായിട്ട് വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്ന കാര്യം. ബാറ് 1-ാം തീയതി തുറക്കില്ല എന്നുള്ളൊരു സ്ഥിതിവിശേഷത്തിലേക്ക് വരുമ്പോൾ ഒരു ബിസിനസ്സുകാരെ സംബന്ധിച്ച് അതിന്റെ അവരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമായതുകൊണ്ട് ഇതും ചെയ്യാം. ഇതിപ്പോ ബാറുകാരിൽ മാത്രമല്ലല്ലോ, മാണിസാർ പൈസ മേടിച്ചിട്ടുള്ള ആരെയും നിന്നൊക്കെ മേടിച്ചു, ബഡ്ജറ്റ് ക്രഷുകാരെ നിന്ന് മേടിച്ചു, ബേക്കറിക്കാർക്ക് ടാക്സ്. അതിലേക്ക് നമ്മൾ പോകുന്നില്ല. ഇവിടെ വി എം രാധാകൃഷ്ണൻ നിങ്ങളുടെ യോഗത്തിൽ സംസാരിച്ചതിന്റെ ടേപ്പ് ഞങ്ങൾ കുറെ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ, മാസങ്ങൾക്ക് മുമ്പ് തന്നെ, കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിനിടയിൽ പുറത്തുവിട്ടിരുന്നു. അതിൽ PK കുഞ്ഞാലിക്കുട്ടി പറയുന്നതായി വി എം രാധാകൃഷ്ണൻ ഉദ്ധരിക്കുന്നതിൽ നിങ്ങൾ മാത്രമേ വാങ്ങാതിരുന്നിട്ടുള്ളൂ, ബാക്കിയൊക്കെ സത്യമാണെന്ന് അറിയാമല്ലോ എന്ന് ചോദിക്കുമ്പോൾ അതിന് മറുപടി എനിക്കറിയാം, ഞാനത് മടക്കി തന്നത് ഗംഭീരമായി അല്ലേ എന്നുള്ള മറുചോദ്യം കൂടിയുണ്ട്. അപ്പോൾ കുഞ്ഞാലിക്കുട്ടിക്ക് മാണിയെയും നിങ്ങൾ ചെന്ന് കാണുന്നു, അല്ലെങ്കിൽ ബാറുടമകൾ ചെന്ന് കാണുന്നുണ്ട് എന്ന കാര്യം അറിയാമോ? അങ്ങനെയാണോ ഈ ഗവൺമെൻറ്റിൽ കാര്യങ്ങൾ സ്വാധീനിക്കാറുള്ളത്? ആദ്യം മുഖ്യമന്ത്രിയെ കാണുക, പിന്നെ ഈ 2 മന്ത്രിമാരെ കാണുക, ഇവർ തൃപ്തരാണ് എങ്കിൽ അവർക്ക് പണം കൊടുത്ത് നയരൂപീകരണം സാധ്യമാക്കുകയാണെങ്കിൽ ഏത് കാര്യവും നടക്കുമെന്ന നിലയിലാണോ ഈ മന്ത്രിസഭ പോകുന്നത്? തീർച്ചയായിട്ടും ആ ഒരു അവസ്ഥയിൽ തന്നെയായിരുന്നു കഴിഞ്ഞ 3 കൊല്ലമായിട്ടുള്ള 3-4 വർഷമായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ നടന്നിരുന്നത്. ഇവരെ സാറിനെ പോയി കാണാൻ പല കേസുകളിലും പല കാര്യങ്ങളിലും മുഖ്യമന്ത്രി തന്നെ പറഞ്ഞതായിട്ട് പല അസോസിയേഷൻകാരും ഞങ്ങളോട് സംസാരിക്കുമ്പോൾ പറയാറുണ്ടായിരുന്നു. പല അസോസിയേഷനോട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. ബിൽഡേഴ്സ് ഉൾപ്പെടെയുള്ള ഇടത്ത് ഞാനുണ്ട്. ശരി, ആർ ബാലകൃഷ്ണ പിള്ള, ഒരു മന്ത്രിസഭ എന്ന് പറയുമ്പോൾ 10-20 പേരുള്ളതല്ലേ, അതിൽ 2-3 പേര് മാത്രം കാണുന്നത് എത്ര കണ്ട് യുക്തിസഹമാണ്, അല്ലെങ്കിൽ അവരുടെ തീരുമാനമാണ് മന്ത്രിസഭ പൂർണ്ണമായും അംഗീകരിക്കുക എന്ന് പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യമാണോ? അതിനകത്തൊരു കാര്യമുള്ളത്, മാണിയുടെയും കുഞ്ഞാലിക്കുട്ടിയുടെയും ഒക്കെ ശക്തി കൊണ്ടല്ലേ ഈ ഗവൺമെന്റ് നിലനിൽക്കുന്നത്. ബാക്കി ആരും നോക്കിയിട്ടൊന്നും കാര്യമൊന്നുമില്ല. ഈ ജേക്കബിന്റെ മോനെ പോലുള്ളവരോ അല്ലെങ്കിൽ മോഹനോ KP മോഹനോ അല്ലെങ്കിൽ ഷിബുവോ ഒന്നും വിചാരിച്ചാൽ ഈ മന്ത്രിസഭ ഒറ്റയ്ക്ക് താഴെ ഇടാൻ പറ്റുകയല്ലോ. അപ്പൊ ഉമ്മൻചാണ്ടി ഇത് പറഞ്ഞിരിക്കുന്ന, ഞാൻ ഉമ്മൻചാണ്ടിയോട് ഇത് പറയുമ്പോ സെപ്റ്റംബർ മാസം 28-ാം തീയതി രാത്രി ഞാൻ ഉമ്മൻചാണ്ടിയോട് ഇത് പറയുമ്പോ ഉമ്മൻചാണ്ടി പറഞ്ഞയച്ചിട്ടാണ് ഇവര് കാശ് കൊടുത്തതെന്ന് എന്നോട് അവര് പറഞ്ഞു എന്ന് പറയുമ്പോ ഉമ്മൻചാണ്ടി കമാന്നൊരക്ഷരം എന്നോട് മിണ്ടിയിട്ടില്ല. ഒന്ന് മൂളി, അല്ല ഒരക്ഷരം മിണ്ടിയിട്ടില്ല. ഉമ്മൻചാണ്ടി മൂളുന്ന ഒരു പതിവുണ്ടല്ലോ. അപ്പൊ അന്ന് തന്നെ ഉമ്മൻചാണ്ടിയെ ഞാൻ ഈ ബിജു രമേശ് പറയുന്നതിന് 1 മാസം 3 ദിവസം മുൻപ് ഞാൻ ഉമ്മൻചാണ്ടി ഇത് അറിയിച്ചിരുന്നു. ഇതാണ് ഇന്നിപ്പോ ഈ കേട്ടോണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് അറിയിച്ചത്. ഇങ്ങനെയൊക്കെയാണോ രാഷ്ട്രീയക്കാരിൽ കാര്യങ്ങൾ നടത്തേണ്ടത്? ഒരു കാര്യം നടത്തണം, അതിന് നയരൂപീകരണം ആവശ്യമുണ്ട്. നേരെ പണവുമായി പോവുകയാണ് അവർ. ഒരാവശ്യം കേട്ടതിന് ശേഷം പണം തന്നാൽ മാത്രമേ കാര്യം നടക്കൂ എന്നറിയിക്കുകയും അങ്ങനെ പണം സമാഹരിക്കാൻ ശ്രമിക്കുകയും പണം രഹസ്യ കേന്ദ്രത്തിൽ പണം കൊണ്ടു കൊടുക്കുകയും ഒന്നുമല്ല ചെയ്യുന്നത്. ഇവിടെ നേരെ KM മാണിയുടെ പാലായിലെ വീട്ടിൽ പോകുന്നു, അവിടെ കൊണ്ട് പണം കൊടുക്കുന്നു, പ്രശാന്തിയിൽ ചെല്ലുന്നു, പണം നോക്കുന്നു, അകത്തേക്ക് കൊണ്ടുപോകുന്നു. മാത്രമല്ല ഒരു ഘട്ടത്തിൽ ബാറുടമകൾ പറഞ്ഞത് 4,000-ൻ്റെ നോട്ട് കുറവുള്ളത് കൊണ്ട് അതുകൂടി കൊണ്ടുവന്നതിന് ശേഷം മാത്രമേ കാര്യം നടത്താൻ സാധിക്കൂ എന്ന് പറയുകയും അങ്ങനെ 4,000-ൻ്റെ നോട്ട് കൊടുത്തതിന് ശേഷം മാത്രം അതിൽ ഉത്തരവിടുകയും ഒക്കെ ചെയ്തു. നിങ്ങൾ രാഷ്ട്രീയക്കാരൊക്കെ ഇങ്ങനെയാണോ? നികേഷ്, ഇത് ഒരു പുതിയ ഗവൺമെൻറ് അല്ലേ ഇത്? കഴിഞ്ഞ 5 കൊല്ലം ഇവിടെ ഒരു LDF ഗവൺമെൻറ് ഉണ്ടായിരുന്നു, ബാർ ഉടമകളുണ്ടായിരുന്നു, ലൈസൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. 5 കൊല്ലത്തിനിടയിൽ ഏതെങ്കിലും ഞങ്ങളുടെ ശത്രുക്കളെങ്കിലും ഒരു കപ്പ് ചായ വാങ്ങി കുടിച്ചിട്ടാണ് ഞങ്ങൾ ഈ ബാർ ലൈസൻസ് പുതുക്കി കൊടുത്തതെന്ന് ഇന്നേ വരെ ഉമ്മൻചാണ്ടിക്ക് പോലും ആക്ഷേപമില്ല. അപ്പം അങ്ങനെയും നടത്താം. അത് ഓരോ രാഷ്ട്രീയ പാർട്ടിക്കാരുടെയും നേതാക്കന്മാരുടെയും
സാമൂഹ്യ പ്രതിബദ്ധതയുടെ അടിസ്ഥാനത്തിലാണ്. ഇത് കോഴ വാങ്ങാൻ വേണ്ടി തീരുമാനിച്ചിരുന്നവരല്ലേ അവർ വാങ്ങിച്ചുകൊണ്ടിരുന്നതല്ലേ. അതിൻ്റെ ചീഫ് വിപ്പായ PC ജോർജ് പറയണത് ഇപ്പോഴല്ലേ നിങ്ങളറിയുന്നത് പ്രതിപക്ഷക്കാർ. ഇത് മാണി കഴിഞ്ഞ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമാണ് ബഡ്ജറ്റ് വിൽക്കുക എന്നുള്ളത്. ഇപ്പോൾ അത് കുറച്ചുകൂടി കൂടുതലായിട്ട് അദ്ദേഹത്തിന് ബാർ ലൈസൻസ് പുതുക്കി കൊടുക്കുന്നതിന് അദ്ദേഹത്തിന് ഒരു ഷെയർ വേണം. അത് ബാബുവിന് മാത്രം പോരാ, പിന്നെ മറ്റേമാർക്ക് പോരാ, ധനകാര്യമന്ത്രിക്ക് അതിൻ്റെ ആവശ്യമുണ്ട്. ആ ഫയലുകളുടെ കാര്യങ്ങളൊക്കെ വിഷ്വൽ മീഡിയയിൽ വന്നുകൊണ്ട് ഞാനതൊന്നും ആവർത്തിക്കുന്നില്ല. ഇതിൽ ജനങ്ങളുടെ കണ്ണിൽ മണ്ണിടാൻ ഇനി ആര് വിചാരിച്ചാലും സാധ്യമല്ല. ഇനി അവരെ എത്ര പൂഴ്ത്തി വെച്ചാലും ഈ റിപ്പോർട്ടിൻ്റെ പുറത്ത് അടയിരുന്നാലും മാണി ഒരു നിരപരാധിയാണ്, വാഴ്ത്തപ്പെട്ടവനാണെന്ന് പറഞ്ഞാലും ഇനി ജനങ്ങളത് വിശ്വസിക്കാൻ പോകുന്നില്ല. ഇടയ്ക്ക് നികേഷ് ഒരു വാചകം കൂടി ഞാൻ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെ കോട്ട് ചെയ്യുകയാണ്. AK ആൻ്റണി ഇവിടെ പറഞ്ഞു സാർവത്രികമായ അഴിമതിയാണ്, കാശ് കൊടുക്കാതെ ഒരു കാര്യവും നടക്കില്ല എന്ന് പറഞ്ഞപ്പോൾ രമേശ് ചെന്നിത്തലയും നമ്മുടെ പിന്നെ അതുപോലെ എല്ലാവരും അത് എൻഡോഴ്സ് ചെയ്ത് ശരിയാണെന്ന് പറഞ്ഞു. ആ കൂട്ടത്തിൽ ഉമ്മൻചാണ്ടി പറഞ്ഞു ഒരു പക്ഷേ അഴിമതിക്കാരൻ നിയമത്തിൻ്റെ പഴുതിലൂടെ രക്ഷപ്പെട്ടാലും ജനങ്ങൾ അവരെ വിടില്ല. ആ കാര്യമാണ് ഈ ഗവൺമെൻറ്റിൻ്റെ മുമ്പിൽ ഞങ്ങൾക്ക് ഓർമ്മപ്പെടുത്താനുള്ളത്. ജനങ്ങളുടെ കോടതി ഇരിക്കുകയാണ്, ഏറ്റവും ശക്തമായ കോടതി. ഉമ്മൻചാണ്ടി പറഞ്ഞതാണ്. കണ്ണൂരിൽ ജനസമ്പർക്ക പരിപാടിയാണ് വേദി. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾ ഇക്കാര്യത്തിൽ പ്രതികരിക്കാത്തത് ഈ ചർച്ചയെ ബാലൻസ് ചെയ്യുന്നില്ല എന്നറിയിച്ചുകൊണ്ട്, ഒരു മന്ത്രിക്ക് പണം ഇത്ര കൊടുത്തു എന്നറിഞ്ഞാൽ അതോ അതിൽ കൂടുതലോ പണം വേണമെന്ന് ചോദിച്ച് വാങ്ങുന്ന മന്ത്രിസഭയിലെ അംഗങ്ങളാണ് നമ്മെ ഭരിക്കുന്നത് എന്നുള്ളത് ലജ്ജാകരമല്ലേ സർ? നികേഷേ, ശ്രീ ദിവാകരൻ ശ്രീ AK ആന്റണി അഴിമതിയെക്കുറിച്ച് പറഞ്ഞതിനെ വാനോളം പുകഴ്ത്തുകയെ ഞാൻ അംഗീകരിക്കുന്നു. പക്ഷെ അദ്ദേഹത്തിന്റെ നേതാവ് ശ്രീ VS അച്യുതാനന്ദൻ, കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, മലബാർ സിമന്റിലെ അഴിമതിയെക്കുറിച്ച് കരീമിനെതിരെ ഉയർന്നു വന്ന ആരോപണങ്ങൾ CBI അന്വേഷിക്കണമെന്ന് പറഞ്ഞ് അതിനെക്കുറിച്ച് എന്താ അദ്ദേഹം ഒന്നും മിണ്ടാത്തത്? പ്രതിപക്ഷ നേതാവിനെ ഞങ്ങൾക്ക് വിശ്വാസമാണ്, അദ്ദേഹമാണല്ലോ പറഞ്ഞത് അതിനകത്ത് അഴിമതി നടന്നിട്ടുണ്ട്, CBI അന്വേഷിക്കണം. അപ്പോ എളമരം കരീമിനെതിരെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ അഴിമതിയല്ല. തൈലാദി വസ്തുക്കൾ അശുദ്ധമായാൽ പൗലോസ് തൊട്ടാൽ അത് ശുദ്ധമാകുമെന്നൊരു ചൊല്ലുണ്ട്. അപ്പൊ അവർക്കെതിരെ ഉയർന്നു വരുന്ന അഴിമതി ആരോപണം അവരുടെ നേതാവ് പറഞ്ഞാലും അത് കാര്യമല്ല. അദ്ദേഹം ഇവിടെ പറഞ്ഞു ഞങ്ങൾ ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി കൊടുത്തത് സാമൂഹ്യ പ്രതിബദ്ധത കൊണ്ടാണെന്ന്. വളരെ വിചിത്രമായിരിക്കുന്നു. കേരളത്തിൽ ഒരു എക്സൈസ് കമ്മീഷണറെ ബാറുകളുടെ നിലവാരം പരിശോധിക്കാൻ വെച്ചത് അവരാണ്. ആ എക്സൈസ് കമ്മീഷനാണ് കേരളത്തിലെ 418 ബാറുകൾക്ക് നിലവാരമില്ല എന്ന് കണ്ടെത്തിയത്, മലീമസമായ സാഹചര്യത്തിൽ പ്രവർത്തിക്കുന്നു കണ്ടെത്തിയത്. ആ ബാറുകൾക്ക് ലൈസൻസ് പുതുക്കി കൊടുത്തത് പുണ്യത്തിന് വേണ്ടിയിട്ടാണോ? അറിയണം, നാട്ടുകാരറിയണം. ഒരു എക്സൈസ് കമ്മീഷൻ നിലവാരമില്ല, മലീമസമാണ് എന്ന് പ്രഖ്യാപിച്ച 418 ബാറുകൾ അടച്ചുപൂട്ടലിന് പകരം 3 പ്രാവശ്യം അദ്ദേഹം തന്നെ പറയുന്നു സാമൂഹ്യ പ്രതിബദ്ധതയ്ക്ക് വേണ്ടി പുതുക്കി കൊടുത്തു. പുതുക്കി കൊടുത്തത് പുണ്യത്തിന് വേണ്ടി. അറിയില്ല ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, താങ്കൾ 6 മാസം പിന്നിലാണ്. എന്തുകൊണ്ടാണ് അത് സംഭവിച്ചതെന്ന് എനിക്കറിയില്ല. അഡ്വക്കേറ്റ് ഉദയഭാനു ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ഉദയഭാനു, നേരത്തെ താങ്കൾ സംസാരിച്ചുകൊണ്ടിരുന്നത് ഈ കേസിനെ എങ്ങനെയാണ് ബാധിക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. അതിൽ തുടർന്നുകൊണ്ട് ഒരു കാര്യം കൂടി കൂട്ടിച്ചേർക്കുക. എത്ര കാലം ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന് ഈ റിപ്പോർട്ട് നൽകി കഴിഞ്ഞിരിക്കുന്നു? ഇത് മേലധികാരികൾക്ക് പിടിച്ചു വെക്കാൻ കഴിയും. അതിലൊരു കുറ്റപത്രം അല്ലെങ്കിൽ ഒരു അന്തിമ റിപ്പോർട്ടിന് നമ്മൾ ജൂൺ 27 എന്ന തീയതിക്ക് അപ്പുറത്തേക്ക് അത് കൊണ്ടുപോകാൻ ഇനി വിചാരിച്ചാൽ തന്നെ സംസ്ഥാന സർക്കാരിന് കഴിയുമോ, വിജിലൻസിന് കഴിയുമോ? ശ്രീ ദികേഷ്, ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം തുടർന്നുള്ള ദിവസങ്ങളിൽ ഇനി നടത്താനുള്ളത് ശ്രീ അഗസ്റ്റിൻ എന്ന ലീഗൽ അഡ്വൈസർ നടത്തേണ്ട ലീഗൽ സ്കൂട്ടിംഗ് ആണ്. ഏകദേശം 350ഓളം സാക്ഷികളെ വിസ്തരിച്ചിട്ടുണ്ട്, വിചാരണ നടത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഒട്ടനവധി ഡോക്യുമെന്റ്സ് ഉണ്ട്, ടേപ്പ് റെക്കോർഡുകൾ, കോൺവെർസേഷൻ ഉണ്ട്. ഇതെല്ലാം അദ്ദേഹം വളരെ മെറ്റിക്കുലസ് ആയിട്ട് പരിശോധിക്കേണ്ടതുണ്ട്. അപ്രകാരമുള്ള പരിശോധന ഏറ്റവും ചുരുങ്ങിയത് ഒരു സാധാരണ മനുഷ്യൻ മുഴുവൻ സമയത്ത് വായിച്ചാൽ പോലും ഏറ്റവും ചുരുങ്ങിയത് ഒരാഴ്ചയെങ്കിലും അത് നീണ്ടുപോകാൻ സാധ്യതയുണ്ട്. അതിനുശേഷമായിരിക്കണം അദ്ദേഹം ഇത് കുറ്റപത്രം സമർപ്പിക്കേണ്ടതാണോ റഫർ ചെയ്യേണ്ടതാണോ എന്ന ഒരു യുക്തമായ തീരുമാനത്തിലേക്ക് എത്തിച്ചേരുന്നത്.
ആ തീരുമാനത്തിൽ അദ്ദേഹം കുറ്റപത്രം സമർപ്പിക്കാനാണ് എങ്കിലും അത് റഫർ ചെയ്യാനാണ് ഉള്ള തീരുമാനമാണ് എടുക്കുന്നതെങ്കിലും ആ സമർപ്പിക്കുന്ന റിപ്പോർട്ട് ഡയറക്ടർ അന്വേഷണ ഉദ്യോഗസ്ഥന് ആലോചിച്ച ശേഷം ഡയറക്ടർക്ക് സമീപിക്കണം. ഡയറക്ടർ വീണ്ടും അത് പരിശോധിച്ച ശേഷം കുറ്റപത്രം സമർപ്പിക്കാനാണ് എങ്കിൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥനെ തിരിച്ചേൽപ്പിക്കണം. എന്നിട്ട് അന്വേഷണ ഉദ്യോഗസ്ഥനാണ് ചെയ്യുന്നത്. അതോടൊപ്പം ഇത് കുറ്റപത്രം സമർപ്പിക്കുന്നതിന് മുമ്പ് സെക്ഷൻ 19 പ്രകാരം PC ആക്ടിന്റെ സെക്ഷൻ 19 പ്രകാരം സർക്കാരിന്റെ അനുമതി വാങ്ങേണ്ടത്, ഗവർണറുടെ അനുമതി വാങ്ങേണ്ടതുണ്ട്. ഇതില് ഗവർണറുടെ അനുമതി വാങ്ങുമ്പോൾ നാം വളരെ വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് മന്ത്രിസഭയുടെ ഒരു ശുപാർശയുടെ ആവശ്യം ഇതിലില്ല. ഗവർണർക്ക് നേരിട്ട് തന്നെ അനുമതി കൊടുക്കാവുന്നതാണ്. അങ്ങനെ ഗവർണറുടെ അടുത്തുള്ള അനുമതിക്ക് വേണ്ടിയിട്ട് ഗവർണർ നമുക്കറിയാം നിയമപരമായ കാര്യങ്ങളിൽ വളരെ അവഗാഹമുള്ള ആളാണ്, ചീഫ് ജസ്റ്റിസ് ആയിരുന്ന ആളാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് കൂടി വന്നു കഴിഞ്ഞാൽ 2 or 3 ദിവസം മാത്രമേ ഇതിന്റെ പരിശോധനയ്ക്ക് ആവശ്യമുള്ളൂ. അപ്പൊ നമ്മൾ ദിവസങ്ങൾ എണ്ണിക്കൂട്ടിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ജൂൺ 27 മുമ്പ് ഈ നടപടിക്രമങ്ങളെല്ലാം സ്വാഭാവികമായിട്ടും ഒരു പരിണാമത്തിലേക്ക് എത്തിക്കാൻ കഴിയാവുന്നതാണ്. അങ്ങനെ പ്രതിജ്ഞാബദ്ധമായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ വൃന്ദവും അതിന് നിയമോപദേശം കൊടുക്കുന്ന ഒരു സംഘവും ആണ് ഇതിൽ പ്രവർത്തിക്കുന്നത് എന്നതുകൊണ്ട് ഈ ജൂൺ 27 മുമ്പ് തന്നെ ഇതെല്ലാം സംഭവിക്കും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സ്വാഭാവികമായി അങ്ങനെ ആയിരിക്കാം. പക്ഷേ ശ്രീ സി ദിവാകരൻ, ഈ സർക്കാർ അഗ്നിപരീക്ഷയെ നേരിടുകയാണ്. കെ മാണിക്കെതിരെ കുറ്റപത്രം നൽകുകയാണ് എങ്കിൽ പിന്നെ ഈ സർക്കാർ ഇല്ല. കേരള കോൺഗ്രസ് എം ആകെ തന്നെ മന്ത്രിസഭയ്ക്കുള്ള പിന്തുണ പിൻവലിക്കുകയോ അല്ലെങ്കിൽ മന്ത്രിമാർ രാജിവെച്ച് പുറത്തുനിന്ന് പിന്തുണ നൽകുകയോ ഒക്കെ ചെയ്യുന്ന പ്രത്യേക സാഹചര്യം ഉണ്ടാകും. കെ മാണിക്ക് സ്വന്തം സർക്കാരിനെ അപകടപ്പെടുത്തി, അതും നിയമസഭാ ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് നിയമസഭാ സമ്മേളനം നടക്കുന്ന ഘട്ടത്തിൽ ഒരു മന്ത്രിസഭ തന്നെ ആ മന്ത്രിസഭയിലെ ഏറ്റവും മുതിർന്ന അംഗത്തിനെതിരെ കുറ്റപത്രം നൽകുമെന്ന് കരുതാമോ? അങ്ങനെ ചെയ്യുമോ? താങ്കളാണ് മുഖ്യമന്ത്രിയെങ്കിൽ, ആഭ്യന്തരമന്ത്രിയെങ്കിൽ അതുണ്ടാവുമോ? അതിന് മന്ത്രിമാർ തന്നെ മറുപടി പറയണം. കാരണം ഈ അരുവിക്കര തെരഞ്ഞെടുപ്പ് ഇപ്പോൾ യാദർച്ഛ്യമായിട്ട് പ്രഖ്യാപിച്ചതാണ്. അത് പ്രിയപ്പെട്ട കാർത്തികേയൻ്റെ നിര്യാണം സംബന്ധിച്ചാണ്. അതിനു മുമ്പ് ഈ കേസിൻ്റെ നടപടിക്രമങ്ങളെല്ലാം ആരംഭിച്ചു, കേസ് പൂർത്തിയാക്കി. ഇതിനെ ഒരു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെടുന്ന ജുഡീഷ്യറിയിൽ ചെയ്യേണ്ടത് ഇമ്മീഡിയറ്റ് ആയിട്ടത് ചെയ്യണമെന്നുള്ളതാണ്. ഒരു ഡിലേ വരുത്താതെ നിയമ നടപടികൾ പൂർത്തിയാക്കാൻ ഒരു ഗവൺമെൻറ് ചെയ്യേണ്ട പ്രൈമറി ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇതിങ്ങനെ ഇട്ട് വളരെ വഷളാക്കി ഇത് നീട്ടിക്കൊണ്ടുപോയി ഇത് രാഷ്ട്രീയവൽക്കരിച്ച് അങ്ങനെ ചെയ്യേണ്ട ഒരു കാര്യമുണ്ടോ? എല്ലാ എവിഡൻസും ഉണ്ട്, എല്ലാ അന്വേഷണവും പൂർത്തിയായി. ഇനി സ്കൂട്ടറി എന്ന് പറയുന്നൊരു കാര്യം മാത്രമേ ഉള്ളൂ. അത് ഈ പറയുന്ന പോലെ വലിയ കാര്യമൊന്നുമുള്ളതല്ല. ഇവർ വിചാരിച്ചാൽ ഇതൊക്കെ ഏത് ഗവൺമെൻറ് വിചാരിച്ചാലും ഒരു 2-3 ഒരാഴ്ചയ്ക്ക് അതെല്ലാം തീർക്കാൻ കഴിയുന്നതാണ്. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പ്രതിപക്ഷത്തിൻ്റെ ഇതുവരെയുള്ള അനുഭവം ഇതിൽ കേസ് നീട്ടിക്കൊണ്ടു പോകും. ഇത് സ്കൂട്ടറി ചെയ്ത് റെഫർ ചെയ്യുകയോ കുറ്റപത്രം കൊടുക്കാതെ ഇത് ഈ അരുവിക്കര തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ ഇതിങ്ങനെ അനിശ്ചിതത്വത്തിൽ തുടരാനാണ് പോകുന്നത്. കാരണം 7 മാസം പിന്നിട്ടിരിക്കുക, ഇപ്പോഴും ഇത് ഇങ്ങനെ തുടരുന്നു. ഇപ്പോഴും ഗവൺമെൻറ് ഇതിനകത്ത് ഒരു മാൻഡേറ്റ് കൊടുക്കുന്നില്ല അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക്. ഇത് ഇത്ര ദിവസത്തിൽ ഒരു കട്ട് ഓഫ് ഡേറ്റ് പറഞ്ഞില്ല, നിങ്ങൾ തീർത്തിരിക്കണം. അങ്ങനെ പറയണ്ടേ? അങ്ങനെ പറഞ്ഞാലേ ഒരു ഭരണം നടക്കൂ. ഒരു കാര്യത്തിലുമില്ല. അതുകൊണ്ട് ഭരണം അല്ലെങ്കിൽ തന്നെ ഇവിടെ ഭരണം നടക്കുന്നുണ്ടോ? ഭരണം ഉണ്ടോ ഇവിടെ? അപ്പോൾ ആ വിഷയത്തിൽ ഞാൻ കിടക്കുന്നില്ല. ഇത് എൻ്റെ അഭിപ്രായത്തിൽ ഇത് അടയിരിക്കാൻ പോവുകയാണ്. 2 കാരണങ്ങളുണ്ട് ഇത് നീട്ടിക്കൊണ്ടു പോകുന്നതിന്. ഒന്ന്, ചിലരെങ്കിലും സ്ഥാനക്കയറ്റം കിട്ടി മാറിപ്പോകും, അങ്ങനെ ആ ശല്യം ഒഴിവായി. 2, അരുവിക്കര നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ്, അവിടെ വലിയ യുദ്ധത്തിൽ ഏർപ്പെടുമ്പോൾ ഞങ്ങളുടെ മന്ത്രി അഴിമതിക്കാരനാണ്, അതുകൊണ്ടൊരു കുറ്റപത്രം കൊടുത്തു എന്ന് സർക്കാർ പറയുമോ? ഇപ്പൊ 5 മാസത്തിനകം ഇങ്ങനെ നമ്മൾ DGP പെൻഷനായ അതിനൊക്കെ അപ്പുറത്തുള്ള പ്രശ്നം. ഇപ്പൊ DGP നമ്മുടെ ഒറിജിനൽ DGP സ്വാമി പെൻഷനായി, ആ പെൻഷൻ 30 പിരിയാണ്. അതോടുകൂടി സ്വാഭാവികമായി ഒരു പ്രൊമോഷൻ വരികയാണ്. അങ്ങനെ വരുമ്പം ADGP ജേക്കബ് തോമസ് DGP പോസ്റ്റിൽ കടന്നു വരും. അങ്ങനെ വരുമ്പോ വിജിലൻസിൽ അങ്ങനെ മാറ്റേണ്ടി വരും. അങ്ങനെ പിടിച്ച് ഏതെങ്കിലും ഫയറിലോ പോലീസ് കൺസർവേഷനിലോ അങ്ങനെ വെക്കും. അതിന് ഈ കേസ് മുഴുവൻ മുക്കാം എന്നാ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നടക്കുകയില്ല എന്ന് പറഞ്ഞ് എന്താന്ന് ഞാൻ ഇപ്പൊ പറയുന്നത്. പക്ഷേ എനിക്ക് സമയം തരണം. ഞാൻ നടക്കുകയെന്ന് പറഞ്ഞ് ഇപ്പോഴേ അവര് ഓട്ടം തുടങ്ങും. അവർ വെറുതെ ഓടുകയാണ്. കടലാസിന്റെ എന്റെയിലുണ്ട്, നടക്കുകയില്ല. ശ്രീ ജേക്കബ് ജോർജ്, അങ്ങനെ രാഷ്ട്രീയമായ ഒരു വിഡ്ഢിത്തം, കുറ്റപത്രം നൽകുക സ്വന്തം മന്ത്രിക്കെതിരെ, അതും കെ മാണിയെ പോലെ ഈ മന്ത്രിസഭയെ നിലനിർത്തുന്ന ഒരു പാർട്ടിയുടെ നേതാവിനെതിരെ കുറ്റപത്രം നൽകുക എന്നുള്ളത് മണ്ടത്തരമായി പോകില്ലേ?
രാഷ്ട്രീയ നേതൃത്വമാണ് ഗവൺമെന്റ് എന്ന് പറയുന്നത്. തെരഞ്ഞെടുപ്പിന് മുമ്പ് ഉപതെരഞ്ഞെടുപ്പിന് മുമ്പ് കുറ്റപത്രം കൊടുക്കുന്നൊരു സാഹചര്യം ഉണ്ടായാൽ തീർച്ചയായിട്ടും അത് ആത്മഹത്യാപരമാണ്, അപകടപരമാണ്. പക്ഷേ നികേഷ്, ഇതിൻ്റെ അകത്ത് കുറ്റപത്രം കൊടുത്തില്ലെങ്കിലും അപകടമാണ്. ഇതൊരു വലിയ ഈ കോഴ അന്വേഷണം ഒരു വലിയ സംഭവമായിട്ട് മാറിയിട്ടുണ്ട്. രാഷ്ട്രീയ സംഭവം തന്നെയാണ്. ഇതിൻ്റെ പേരിൽ കുറ്റപത്രം കൊടുത്താൽ അപകടം, കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ അതിലും അപകടമാണ്. അതാണ് അതിൻ്റെ പ്രതിസന്ധി. അതെന്താണ് കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ അതിലും അപകടം? കുറ്റപത്രം കൊടുത്തില്ലെങ്കിൽ നിങ്ങളെപ്പോലുള്ള കുറേ ആളുകൾ ഇങ്ങനെ പറഞ്ഞു നടക്കുമെന്നല്ലാതെ ഗവൺമെൻറ് അങ്ങ് മുന്നോട്ട് പോകില്ലേ? അതെ, ജനങ്ങൾ പറയും, നികേഷ് പറയും ഗവൺമെന്റ് അട്ടിമറിച്ചു എന്ന്. അതല്ലേ അതിൻ്റെ ഇരട്ടി അപകടം. ഇപ്പോൾ തന്നെ ഇത്രയും തെളിവുകളും ഒക്കെയായിട്ട് പുറത്തു വന്നിരിക്കുന്നു. വിജിലൻസ് അന്വേഷണം നീളുന്നത് ഈ വഴിക്കാണ്. ഈ വഴികളെല്ലാം തെളിയിച്ച് പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ എത്തിച്ചിരിക്കുന്നു. ഒരു സുപ്രഭാതത്തിൽ ഇത് സംബന്ധിച്ച ഉദ്യോഗസ്ഥന്മാർ തീരുമാനിക്കുകയാണ്, വേണ്ട, കുറ്റപത്രം വേണ്ട, ഒരു റിപ്പോർട്ട് മതി, മണിയെ കുറ്റമോചിതനാക്കിയിരിക്കുന്നു എന്ന് പറയുമ്പോഴേക്ക് ഇത് അട്ടിമറിച്ചു എന്നൊരു ധാരണ കൂടി വരില്ലേ? അതുകൊണ്ട് ഇത് നേരത്തെ വേണമെങ്കിൽ ഞാൻ പറയട്ടെ, അതിൻ്റെ ഒരു മറുവശം, രമേശ് ചെന്നിത്തലയ്ക്ക് വേണമെങ്കിൽ വളരെ വിദഗ്ധമായിട്ട് ഇത് കൈകാര്യം ചെയ്യാമായിരുന്നുവല്ലോ. മാണി കേരള കോൺഗ്രസ് ഇപ്പോഴും പരാതിപ്പെടുന്ന അതാണ്. അന്ന് വളരെ സൗകര്യപ്രദമായ രീതിയിൽ തീരുമാനങ്ങൾ എടുക്കാൻ സാധ്യതയുള്ള കുറച്ച് ഉദ്യോഗസ്ഥന്മാരെ വെച്ചൊരു സംഘം ഉണ്ടാക്കിയിട്ട് ആ സംഘത്തെ ഏൽപ്പിച്ചാൽ മതിയായിരുന്നുവല്ലോ. അവർ 300 or 3000 സാക്ഷികളെ ഒന്നും വിളിക്കത്തില്ലായിരുന്നു. വളരെ കാര്യമായിട്ട് ഒതുക്കാമായിരുന്നുവല്ലോ. പക്ഷേ രമേശ് ചെന്നിത്തല അത് ചെയ്തില്ല. ഇതൊക്കെ വൈകിപ്പോയി. ഇനിയിപ്പോൾ ഈ കേസ് അതിൻ്റെ നാച്ചുറൽ കോഴ്സിന് വിടുന്നതാണ് ഗവൺമെന്റിന്, രാഷ്ട്രീയ നേതൃത്വത്തിന് നല്ലത്. അത് തൊടാൻ പോയാൽ അപകടം, തൊട്ടില്ലെങ്കിൽ അപകടമുണ്ട്, അത് കാര്യം വേറെ. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, കുറ്റപത്രം കൊടുത്താൽ എന്താണ് സംഭവിക്കുക? കെ എം മാണി അടക്കമുള്ള മന്ത്രിമാർ ഒന്നാകെ രാജിവെക്കേണ്ടി വരും. ഇനി കെ എം മാണി, അതിൽ തന്നെ വേറെയും സാധ്യതകൾ പറയുന്നുണ്ട് രാഷ്ട്രീയ നിരീക്ഷകർ. കെ എം മാണി എല്ലാവരോടും രാജിവെക്കാൻ പറഞ്ഞാൽ പി ജോസഫ് പറയും ഞാൻ രാജിവെക്കേണ്ട കാര്യമൊന്നുമില്ല, ഞാൻ അതിനു മാത്രം കുറ്റമൊന്നും ചെയ്തിട്ടില്ല എന്ന്. അങ്ങനെയാണെങ്കിൽ കെ എം മാണി ഒറ്റയ്ക്ക് രാജിവെക്കേണ്ടി വരും. ഇനി അഥവാ കെ എം മാണി രാജിവെക്കാൻ തയ്യാറില്ലെങ്കിൽ ആ പേര് പറഞ്ഞ് ജോസഫ് ഗ്രൂപ്പ് മുന്നണി വിടുന്നൊരു സാഹചര്യമൊക്കെ ഉണ്ട്. ഇങ്ങനെ വലിയ 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 ആഴത്തിലുള്ള പ്രതിസന്ധിയാണ് നിങ്ങൾ നേരിടുന്നത് എന്ന് അറിയുന്നുണ്ടോ? ഞങ്ങൾ ഒരു പ്രതിസന്ധിയും നേരിടുന്നില്ല. പ്രതിസന്ധി നേരിടുന്നെങ്കിലല്ല അതിന് ആഴമുള്ളൂ. ഇവിടെ ശ്രീ ഉദയഭാനു പറഞ്ഞതിന് ആദ്യമായി മറുപടി പറയാം. അദ്ദേഹം പറഞ്ഞ പോലെ ഇതുപോലെ ക്യാബിനറ്റിന്റെ ശുപാർശ വന്നു, ഗവർണർ തള്ളിക്കളഞ്ഞു, സുപ്രീം കോടതി ഇടപെട്ടു, രാഷ്ട്രപതി അനുവാദം കൊടുത്ത കേസാണ് SNC ലാവലിൻ കേസ്. ആ കേസ് കോടതി വിചാരണ കൂടാതെ തള്ളിക്കളഞ്ഞത് കേരളത്തിലെ പൊതുജന സമൂഹം ഇന്നുവരെ മറന്നിട്ടില്ല. ഇവിടെ ശ്രീ കെ എം മാണിക്കെതിരെ ഒരു ആരോപണം ഉയർന്നു വന്നു. അതിനകത്ത് കോടതി ഇടപെട്ടു. നിഷ്പക്ഷമായി, നീതിപൂർവമായി, സുതാര്യമായി അന്വേഷിക്കാൻ പറഞ്ഞു. സമയമെടുത്ത് അന്വേഷിക്കാൻ പറഞ്ഞു. കേരളത്തിലെ മുഖ്യമന്ത്രിയോ കേരളത്തിലെ ഗവൺമെന്റോ കേരളത്തിലെ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയോ ഈ നിമിഷം വരെ ഈ കേസിൽ ഇടപെട്ടിട്ടില്ല എന്ന് കേരളത്തിലെ പൊതുജന സമൂഹത്തിനറിയാം. ഇപ്പൊ അന്വേഷണം പൂർത്തിയാക്കിയ ഉദ്യോഗസ്ഥനെ റിപ്പോർട്ട് കൊടുക്കേണ്ടവർക്ക് കൊടുത്തു. ഇനി രണ്ട് കാര്യം ചർച്ച ചെയ്യാം. FIR-ൽ മാണിയുടെ പേരുണ്ട്. ഇനി നാളെ കുറ്റപത്രത്തിൽ അദ്ദേഹത്തിന്റെ പേരുണ്ട്. ആ കുറ്റപത്രം വായിക്കുന്നു, കുറ്റം നിഷേധിക്കുന്നു, ജുഡീഷ്യൽ സ്ക്രൂട്ടിനി ആരംഭിക്കുന്നു. ജുഡീഷ്യൽ സ്ക്രൂട്ടിനി കഴിയുമ്പോൾ കോടതി തീരുമാനിക്കുന്നു മാണി നിരപരാധി. നമ്മൾ ഈ കിടന്ന് എനർജി വേസ്റ്റാക്കിയതിന് വല്ല പ്രയോജനമുണ്ടോ? അല്ലെങ്കിൽ കുറ്റപത്രം വരുമ്പോൾ കുറ്റപത്രം വിചാരണ കൂടാതെ തള്ളിക്കളയുന്നു. നമ്മുടെ ഈ ചർച്ചയ്ക്ക് എന്ത് പ്രയോജനം? ഞാൻ ഒരു കാര്യം നികേഷിനോട് പറയാം. ഇന്ത്യയുടെ പാർലമെന്റിനകത്ത് FIR-ൽ പ്രതികളായ 150 MPമാരുണ്ട്. അങ്ങനെയാണെങ്കിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ KPCC വക്താവ് എന്നുള്ള നിലയിൽ ഇനി അഥവാ കെ എം മാണിക്ക് കുറ്റപത്രം ലഭിക്കുകയാണെങ്കിൽ തന്നെ അദ്ദേഹം മന്ത്രിസഭയിൽ നിന്ന് മാറി നിൽക്കേണ്ടതില്ല എന്നാണോ പാർട്ടിയുടെ നിലപാട്? ഇരുതാപ്പുറം നികേഷ് വായിക്കണ്ട. ഞാൻ പറഞ്ഞത് കേരളത്തിലെ ജുഡീഷ്യൽ, അതായത് നീതിന്യായ വ്യവസ്ഥയുടെ നടപടിക്രമങ്ങളെ കുറിച്ച് മാത്രമാണ് പറഞ്ഞത്. അതിന് ദുർവ്യാഖ്യാനം ഇല്ല, ഞാൻ ദുർവ്യാഖ്യാനം ചെയ്തില്ല. പക്ഷേ ശ്രീ ദിവാകരൻ, എനിക്ക് ചർച്ച അവസാനിപ്പിക്കുന്നതിന് മുമ്പ് താങ്കളോട് ഒരു ചോദ്യം ചോദിക്കാനുള്ളത്. നേരത്തെ ശ്രീ ജേക്കബ് ജോർജ് ചൂണ്ടിക്കാണിച്ചത് അതാണ്. ഈ സർക്കാർ സ്വന്തം മന്ത്രിക്കെതിരെ ഒരു ആക്ഷേപം ഉണ്ടായപ്പോൾ സുധീരം അതിനെ നേരിട്ടു. അന്വേഷണം നല്ല ഉദ്യോഗസ്ഥരെ വെച്ച് കൃത്യമായി എല്ലാ തെളിവ് ശേഖരണത്തോടു കൂടിയും മുന്നോട്ട് കൊണ്ടുപോയി എന്ന് ഈ ഗവൺമെന്റിനെ അഭിമാനിക്കാം എന്ന കാര്യമെങ്കിലും നിങ്ങൾ സമ്മതിച്ചു തരുമോ? ഇല്ല, ഞങ്ങളത് സമ്മതിക്കുന്നില്ല. ഏതായാലും സമയം നമുക്ക് പൂർത്തിയാവുകയാണ്. ശ്രീ ഉണ്ണിത്താൻ, ശ്രീ ദിവാകരൻ, ശ്രീ ജേക്കബ് ജോർജ്, അഡ്വക്കേറ്റ് ഉദയഭാനു, ഒപ്പം തന്നെ PC ജോർജ്, ശ്രീ R ബാലകൃഷ്ണപിള്ള, വളരെ നന്ദി ATS അവറിൽ ഇടപെട്ടതിന്, ഈ വിഷയത്തിൽ സംസാരിച്ചതിന്. ഒരു ഇടവേള.